മത്തായി സുവിശേഷം 6-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ സീരീസിൻ്റെ ഒടുവിലത്തെ ദൂതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. The curses and blessing or blessing on curses. നമ്മൾ ശാപത്തിനല്ല, നമ്മൾ അനുഗ്രഹത്തിന് പാത്രീഭൂതരത്രേ. താങ്ക് യു ജീസസ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 29 മുതൽ 34 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാമോ? ശബ്ദമുയർത്തി. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിലോണം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. 29-ാം വാക്യം. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. 34-ാം വാക്യം ഒരിക്കൽ കൂടെ. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളേക്കായി വിചാരപ്പെടരുത്. ഈ ദൂതിൻ്റെ ടൈറ്റിൽ ഇതാണ്: സ്റ്റേ ഇൻ ദ ബ്ലെസ്സിങ്. അനുഗ്രഹത്തിൽ നിലനിൽക്കുക. അനുഗ്രഹത്തിൽ നിലനിൽക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങളുടെ ഇന്നലത്തെ പരിചയങ്ങളെ ഞങ്ങൾ വിടുന്നു. ഞങ്ങളുടെ ഇന്നലത്തെ കാര്യാദികൾ ഞങ്ങൾ മറക്കുന്നു. വി നീഡ് സംതിങ് ഫ്രഷ് ആൻഡ് സംതിങ് ന്യൂ. എല്ലാ ദിവസവും മന്ന ഇസ്രായേൽ പാളയത്തിൽ പൊഴിഞ്ഞതുപോലെ ഈ മണിക്കൂറുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക ദൈവകൃപയുടെ പാക്കേജ് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. ആശീർവദിക്കും, അനുഗ്രഹിക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ദയവായി ദൈവസന്നിധിയിലിരുന്നാട്ടെ. താങ്ക് യു ജീസസ്. ഒന്നാമത്തെ ദൂതിൽ നമ്മൾ കേൾക്കുകയുണ്ടായി, വാട്ട് ആർ ദ കോസസ് ഓഫ് കേഴ്സസ്. ശാപത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. രണ്ടാമത്തെ സെഷൻ നമ്മൾ കേൾക്കുകയുണ്ടായി, പാരമ്പര്യ ശാപങ്ങൾ എങ്ങനെയാണ് വ്യക്തിത്വങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്. അവസാനമായി നമ്മൾ കേൾക്കുന്നത് ഇതാണ്, ഹൗ ടു സ്റ്റേ ഇൻ ദ ബ്ലെസ്സിങ്. ദൈവിക അനുഗ്രഹത്തിൽ എങ്ങനെ നമ്മൾ നിലനിൽക്കണം എന്നുള്ളത്. ദൈവിക അനുഗ്രഹം എന്ന് മാത്രമല്ല, ദൈവിക സൗഖ്യമാകട്ടെ, ദൈവത്തിൻ്റെ അഭിഷേകമാകട്ടെ, ദൈവ മഹത്വമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ദൈവം എന്താണോ തരുന്നത് അതിൽ നിലനിൽക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം 12 വയസ്സ് പ്രായമുള്ള കർത്താവിനെയും കൊണ്ട് മറിയ ഇതാ ദേവാലയത്തിൽ കടന്നുപോയി. 12 വയസ്സ് പ്രായമുള്ള യേശു കർത്താവ്. പക്ഷെ തിരുവചനം ഇങ്ങനെ പറയുന്നു, മറിയയ്ക്ക് യേശുവിനെ കൈമോശം വന്നു. യേശുവിനെ കാണാതെയായി. ഒരു ദിവസം പെട്ടെന്ന് യേശുവിനെ കാണുന്നില്ല, ഒരു ദിവസം പെട്ടെന്ന് കാണുന്നില്ല, ഒരു ദിവസം കാണുന്നില്ല. പക്ഷെ 3-ാം ദിവസമാണ് യേശുവിനെ പിന്നെ മറിയയ്ക്ക് കിട്ടിയത്. ഒന്ന് പോയാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. 1:3. ഒരിക്കൽ വൺസ് പോയാൽ പ്രാർത്ഥനാനുഭവമായിരിക്കാം, വിശ്വാസമായിരിക്കാം, സ്തോത്രം, ആത്മീയാനുഭവങ്ങളായിരിക്കാം. ഒന്ന് പോയാൽ പിന്നെ 3 ഇരട്ടി ചിലപ്പോൾ ബന്ധപ്പെട്ടാൽ മാത്രമേ പലപ്പോഴും പലതും തിരികെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമായി ഞാൻ പറയട്ടെ, സ്തോത്രം, സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ, നമ്മുടെ ആത്മീയതയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യം. ഒരിക്കൽ കൂടെ, സ്വന്തം ജീവനെ നമ്മൾ സംരക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ആത്മീയതയെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യം. പ്രാർത്ഥനയും ആരാധനയും മറ്റും ആയിരിക്കാം, എന്ത് കൂട്ടായ്മയായിരിക്കാം. സ്തോത്രം, സ്വന്തം ജീവനെ സൂക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകാതെ വളരെ ശ്രദ്ധാലുക്കളായി നാം സൂക്ഷിക്കേണ്ടത് ആവശ്യം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. എങ്ങനെയാണ് സ്തോത്രം ആത്മീയത്തിൽ നിൽക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള കാര്യാദികൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഒരു ലൈബ്രറിയിൽ നിന്നല്ല, ഒരു പ്രവാചകൻ പോയിന്റ് 1 പ്രവചിക്കുന്നത് കൊണ്ടല്ല, ഒരു ദൈവദാസൻ ബൈബിൾ സ്റ്റഡി എടുക്കുന്നത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് തിരുവചനത്തെ രാപകൽ ധ്യാനിക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് കൊണ്ട്. വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവവചനത്തിലാണ് സകല വിധത്തിലുള്ളതായ നിർദ്ദേശങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഉള്ളത്. രസവകമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് ഞാൻ തുടരട്ടെ. കഴിഞ്ഞ ആഴ്ച 2 വാട്സപ്പിൽ ഇപ്രകാരം ഒരു പോസ്റ്റർ അയക്കുകയുണ്ടായി. ഒരു സ്ഥലത്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററെ സ്തോത്രം ഒരു കുടുംബം ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു.
ഭക്ഷണത്തിന് വേണ്ടി വിളിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ച് പാസ്റ്റർ പോയപ്പോഴേക്കും ഒരു സ്പൂണ് കാണാതെയായി. നമ്മുടെ ആൻറ്റിമാർക്ക്, സഹോദരിമാർക്ക് എത്ര സ്പൂൺ ഉണ്ടെന്ന് അവർക്കറിയാം. 3 ആണോ, പെർഫെക്ഷൻ അനുസരിച്ച് 7 ആണോ, ആ സൈസിലുള്ളത്, അതെ, കംപ്ലീഷൻ അനുസരിച്ച് 9 ആണോ, ഗോത്രസംഖ്യയ്ക്ക് അനുസരിച്ച് 12 എണ്ണമാണോ? യെസ്, അവർക്ക് കണക്കുണ്ട്. അവർക്ക് കണക്കുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അവർക്ക് കണക്കുണ്ട്. ഈ ആൻറ്റി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സഹോദരി നോക്കുമ്പോൾ ഒരു സ്പൂണ് കാണുന്നില്ല. ആ സ്പൂണ് കാണാത്തത് കൊണ്ട് പാസ്റ്ററോട് പറഞ്ഞു, പിന്നെ നമ്മുടെ ദേവദാസനുണ്ടല്ലോ, പുള്ളി ആൾ ശരിയല്ല. പുള്ളി ആ ടേബിളിലിരുന്ന് ഒരു സ്പൂൺ അടിച്ചു മാറ്റി കൊണ്ടുപോയി. പുള്ളി ഒരു സ്പൂണ് മോഷ്ടിച്ചു. ആ ഒരു വർഷം ഈ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭർത്താവിനോട് പറയായിരുന്നു, പുള്ളി ഇങ്ങനെ സ്പൂൺ അടിച്ചു മാറ്റി, പുള്ളി ആൾ ശരിയല്ല, പുള്ളി സ്പൂണ് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ സ്പൂണ് അടിച്ചു മാറ്റിയ ദൈവദാസൻ്റെ മുമ്പിൽ വരുന്നവർ നേരെ സ്തുതിക്കത്തില്ല, നേരെ വാതുറക്കത്തില്ല. ഇങ്ങനെ അപ്സെറ്റായിരുന്നു. സ്പൂണ് കള്ളൻ എന്നുള്ളെങ്കിൽ ഇങ്ങനെ ചുറ്റും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സ്തോത്രം, അതെ, ആ ദേവദാസിനെ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ചങ്കൂറ്റമുള്ള ഈ അമ്മമ്മ ഇപ്രകാരം ചോദിച്ചു, സ്തോത്രം, കഴിഞ്ഞ വർഷം വന്നപ്പോൾ സ്പൂണാണ് അടിച്ചു മാറ്റിയത്, ഇന്ന് എന്തിനുള്ള ഭാവമാണെന്നറിയത്തില്ല. ഉടനെ ആ ദേവദാസൻ പറഞ്ഞു, ആ സ്പൂണ് നിങ്ങളുടെ ബൈബിളിൽ തന്നെ ഞാൻ വച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ സ്പൂണ് നിങ്ങളുടെ ബൈബിളിൽ തന്നെ വച്ചിട്ടുണ്ട്. അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു വർഷം അവർ ബൈബിൾ തൊട്ടിട്ടില്ല. യെസ്, പല വിലയേറിയ കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കുന്നത് ബൈബിളിലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, വെള്ളം അടച്ചതിൻ്റെ രസീത്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ബൈബിളിൽ അങ്ങ് വയ്ക്കുക. അതാകുമ്പോൾ ദൂതൻ സൂക്ഷിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, സ്തോത്രം, കർത്താവ് കാത്തോളും എന്നല്ല പറയുന്നത്. പകരം അതാകുമ്പോൾ അവിടെ സേഫാണ്, ആരും തൊടത്തില്ല ബൈബിൾ. എന്നാൽ സ്തോത്രം, ബൈബിൾ തൊടാതെ ഇരുന്നാൽ നമുക്ക് ഈ വിടുതൽ എങ്ങനെ നിൽക്കും, ദൈവകൃപയിൽ എങ്ങനെ നിൽക്കുമെന്നല്ല, ബൈബിൾ തൊട്ടാലേ നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. ഒരു ദേവദാസൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഇഫ് യു ആർ എ ക്ലീൻ ക്രിസ്ത്യൻ യു വിൽ ഹാവ് എ ഡേർട്ടി ബൈബിൾ. നിങ്ങളൊരു ശുദ്ധീകരണമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലെങ്കിൽ നിങ്ങൾക്കുള്ളത് അഴുക്കുള്ളതായ ഒരു ബൈബിളായിരിക്കും. അർത്ഥം, വായിക്കുന്ന ബൈബിളാണെങ്കിൽ അത് അത്രയും അഴുക്കുണ്ടായിരിക്കുമല്ലോ. സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. Let us see how we can stay in the blessings of the Lord. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമുക്കെങ്ങനെ നിൽക്കുവാൻ തക്കോണം കഴിയും. മത്തായി സുവിശേഷം 5, 6, 7 വാക്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏതോ ഔന്നിത്യമല്ല യേശു കർത്താവ് പറയുന്നത്, ആത്മീയ ജീവിതത്തിൻ്റെ ബാലപാഠമാണ് യേശു കർത്താവ് സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങുന്നത്. മത്തായി സുവിശേഷം 5, 6, 7 ഞാൻ ആവർത്തിക്കുന്നു, ആത്മീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളാണ് യേശു പറയുന്നത്. അതിലിതാ സ്തോത്രം, തുടക്കം നന്നായി ഒടുക്കം വളരെ ഭയങ്കര തകർച്ചയായി പോയ ഒരുവനെ കുറിച്ച് യേശു ഇതാ ഉദാഹരണം സഹിതം പറയുന്നു. പഴയ നിയമം അറിയാമെന്നുള്ളവർ സ്തോത്രം അവനെ പറയുന്നത് പ്രസിദ്ധനായ ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ, ശക്തനായ ശലോമോൻ എന്നീ പല തലക്കെട്ടുകളിലൂടെയാണ് ശലോമോനെ കുറിച്ച് പറയുന്നത്. പക്ഷെ യേശു കർത്താവിന് സ്തോത്രം, അതെ, ശലോമോനെ കുറിച്ച് യേശു നോക്കുമ്പോൾ രാജാവായ യേശുവിന് സ്തോത്രം ശലോമോന്റെ മഹത്വം വലുതായി കണ്ടില്ല. ഒരു രാജാവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തൻ്റെ പ്രജകളുടെ ക്ഷേമമാണ്. ഒരിക്കൽ കൂടെ, ഒരു രാജാവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തൻ്റെ രാജധാനിയല്ല, തൻ്റെ സൈന്യമല്ല, തൻ്റെ പ്രജകൾ എത്രത്തോളം ക്ഷേമത്തോടെ ആയിരിക്കുന്നു, അതാണ് ഒരു രാജാവിൻ്റെ മഹത്വം. കർത്താവ് യേശു സ്തോത്രം തന്നെ വലിയവനാക്കിയല്ല, തൻ്റെ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾ സ്തോത്രം പ്രജകൾ അവിടെ ക്ഷേമങ്ങൾക്കായി യേശു ഇപ്രകാരം പറഞ്ഞു, ശലോമോൻ പോലും തൻ്റെ മഹത്വത്തോളം സ്തോത്രം ഇത്രത്തോളം ചമഞ്ഞിരുന്നില്ല. സോ വിശ്വാസിയുടെ ആരംഭം ശലോമോന്റെ അവസാനത്തെക്കാൾ വലുതത്രേ. ഒരിക്കൽ കൂടെ സ്തോത്രം, ശലോമോന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതിനേക്കാൾ ഉന്നതമാണ്. ശലോമോന്റെ സ്തോത്രം കൊടുമുടി എന്ന് പറയുന്നതിന് അതിനേക്കാൾ ഉന്നതമാണ് ഒരു വിശ്വാസി. എത്ര പേർ ആമേൻ പറയുന്നു? സ്തോത്രം, അതിനേക്കാൾ വലുതാണ് പുതിയ നിയമത്തിലെ വിശ്വാസി. മറന്നു പോകല്ല്, പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ വിശ്വാസ മണ്ഡലത്തെ കമ്പാരിസൺ അല്ല ഞാൻ ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഓഫ് കോഴ്സ് ദൈവത്തിന് ദാസന്മാരായിരുന്നു, സ്നേഹിതന്മാരായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ
മക്കളായി. പഴയ നിയമത്തിൽ മഹത്വം പുറത്താണ്, പുതിയ നിയമത്തിൽ മഹത്വം അകത്താണ്. പഴയ നിയമത്തിൽ സമുദ്രം വിഭാഗിച്ച് നടന്നു, പുതിയ നിയമത്തിൽ പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു. പഴയ നിയമത്തിൽ യെരിഹോവിന് ചുറ്റും ഒരാഴ്ച നടന്നു. പുതിയ നിയമത്തിൽ ആ പാട്ടിന്റെ 2 സ്റ്റാൻസ പാടിയപ്പോൾ ജയിൽ കൊളാപ്സ് ചെയ്തു, ജയിലർ സഭാ സെക്രട്ടറി ആയി തീർന്നു. സോ പഴയ നിയമത്തെക്കാൾ എത്രയോ വലുതാണ് പുതിയ നിയമം. സ്തോത്രം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, നല്ല നിയമം പുതിയ നിയമം. പെട്ടെന്ന് പറഞ്ഞേ, നല്ല നിയമം പുതിയ നിയമം. സ്തോത്രം. അത് തന്നെ ഒരു പ്രസംഗമാണ്. സ്തോത്രം. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സ്തോത്രം നമ്മോട് സംസാരിപ്പാനായി നൽകുന്നതായ ദൂത് എന്ന് പറയുന്നത്, ഒരുവന്റെ തുടക്കം നല്ലതായിരുന്നു, പക്ഷേ അവന്റെ ഒടുക്കം വളരെ ഡിസാസ്റ്റർ ആയി പോയി, അവന്റെ അവസാനം വളരെ തകർച്ചയായി പോയി. സഹോദരങ്ങളെ, ശലോമോന്റെ തുടക്കം നിങ്ങൾ നോക്കിക്കേ. യേശു കർത്താവിന്റെ തുടക്കം എന്നതുപോലെ സെയിം ആസ് ജീസസ്, യേശുവിന്റെ തുടക്കം പോലെയാണ് ശലോമോന്റെ ആരംഭം. യേശുവിനെ പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു, ബിഗോട്ടൻ സൺ. സ്തോത്രം. എന്നതുപോലെ ശലോമോനെ ദൈവം സ്നേഹിച്ചു. യേശുവിന്റെ സ്തോത്രം ജനനത്തിന് മുൻപ് പിതാവായ ദൈവം അനൗൺസ് ചെയ്തു. പിതാവായ ദൈവം പറഞ്ഞു, സ്തോത്രം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഫ്രീയായി നേരത്തെ തന്നെ അനൗൺസ് ചെയ്യപ്പെട്ടു. സ്തോത്രം. ശലോമോൻ ജനിക്കുന്നതിന് മുമ്പും ദാവീദിന് അവന്റെ പേരുൾപ്പെടെ ദൈവം പറഞ്ഞു കൊടുത്തു. സോ ഇങ്ങനെ ഒത്തിരി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോളമൻ ആൻഡ് ലോർഡ് ജീസസ്, സോളമനും സേവ്യറുമായി സ്തോത്രം അതെ പല റിസംബിൾസ്, പല സ്തോത്രം അതെ സാമ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ശലോമോന്റെ ആരംഭം വളരെ നല്ലതായിരുന്നു, പക്ഷേ അവന്റെ അവസാനം മോശമായി പോയി. നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കിയാലും ഒത്തിരി പേർ ജയിച്ചു മുന്നേറിയെങ്കിലും ചുരുക്കം ചിലരെ തോറ്റവരെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ തോറ്റവരെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നീ ഞാനും തുലയാനല്ല, തോക്കാനല്ല, അവരുടെ തോൽവികളിൽ നിന്ന് പാഠത്തെ ഉൾക്കൊണ്ട് അവർ കാണിച്ചതായ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം തിരുവചനം പറയുന്ന നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ നന്മയ്ക്ക് വേണ്ടി. പറഞ്ഞാട്ടെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇത് സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആറ്റിങ്ങലിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എവിടെ പള്ളിപ്പുറം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ SAP ക്യാമ്പ്, അവിടെ ഒരു പോലീസ് ക്യാമ്പ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തൊരു ബോർഡുണ്ട്. എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതിലെഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ ആക്സിഡൻറ്റിൽ പെട്ട എത്രയോ 100 കണക്കിന് ആൾക്കാർ, മരിച്ചുപോയതായ കുറേ പേർ, എത്ര പേർ മരിച്ചിട്ടുണ്ട്, എത്ര പേർ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട്, എത്ര വാഹനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് അവിടെ ഒരു ലിസ്റ്റ് എഴുതി വച്ചിരിക്കുന്നു. ഒരാൾ വണ്ടി ഓടിച്ച് അവിടെ പോവുകയാണ്. വണ്ടി ഓടിച്ച് പോയപ്പോൾ അയ്യോ നോക്കിക്കേ, ഇതുവഴി പോയ ഒത്തിരിയാണ് ആക്സിഡൻ്റ് ആയ ലിസ്റ്റാണ്. ഞാൻ ഇതുവഴി പോകുന്നില്ല, ഇതുവഴി പോയ എൻ്റെ കയ്യോ കാലോ പല്ലോ കണ്ണോ പോകുമെന്ന് പറഞ്ഞ് നീ വീട്ടിൽ പോകാനല്ല സ്തോത്രം അത് എഴുതി വച്ചിരിക്കുന്നത്. പകരം നീ സൂക്ഷിച്ചു പോകാനാണ്. നിനക്ക് മുൻപേ പോയ ആർക്കോ പറ്റിയ അബദ്ധം നിനക്ക് വരാതിരിപ്പാൻ, ആർക്കോ പറ്റിയതായ തകർച്ച നമുക്ക് വരാതിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഒരു ചില്ലറക്കാരനെ കുറിച്ചല്ല പറയുന്നത്, ഒരു സാധാരണക്കാരനെ കുറിച്ചല്ല പറയുന്നത്, മഹത്വത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് ഒരു മഹാനായ ചക്രവർത്തിയെ കുറിച്ച് പറയുന്നു. ഇന്ന് പകലെ ഞാനോ നിങ്ങളോ ഈ തലമുറയിൽ തകരുവാനല്ല, പകരം ദൈവകൃപയാൽ ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയാതെ, തടുക്കുവാൻ കഴിയാതെ ഒരു ഭയങ്കരമായ ദൈവത്തിൻ്റെ ചലനമായി, ദൈവിക ചരിത്രമായി നമ്മൾ ദൈവകൃപയാൽ നിൽക്കുവാൻ, സ്റ്റേ ഇൻ ദ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിൽ നിൽക്കുവാൻ. അനുഗ്രഹത്തിൽ നിന്നാലല്ലേ എനിക്ക് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകാൻ കഴിയത്തുള്ളൂ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നവരോ പ്രസംഗിക്കുന്നവരോ അല്ല, പകരം അനുഗ്രഹത്തിൽ നിൽക്കുന്നവർ അത്രേ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ശലോമോന്റെ ആരംഭം നല്ലതായിരുന്നു. സ്തോത്രം, ദൈവ മഹത്വത്താൽ തന്നെ നിറയപ്പെട്ടിരുന്നു. പക്ഷേ ആ മഹത്വം തനിക്ക് സൂക്ഷിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞതേ ഇല്ല. കർത്താവ് യേശു ക്രിസ്തു കിങ്ഡം ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവ രാജ്യത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. The people, those who are not worrying about tomorrow, നാളെ കുറിച്ച് ഭാരമില്ലാത്തവർ, നാളെ കുറിച്ച് വ്യാകുലം ഇല്ലാത്തവർ, കിടന്നാൽ 15 മിനിറ്റിനകത്ത് ഉറക്കം വരുന്നവർ, നാളെ കുറിച്ച് വ്യാകുലം ഇല്ലാത്തവർ, നാളെ കുറിച്ച് ഭാരം ഇല്ലാത്തവർ. കേട്ടവൻ ആവയൻ പറഞ്ഞാട്ടെ. ചില വലിയ കോടീശ്വരന്മാർ ഈ ദിവസങ്ങളിൽ ജയിലിലാണ്. ചില പ്രസിദ്ധന്മാർ സ്തോത്രം അതേ ജയിലിൽ കിടന്ന് കൊതുകടിക്കുമ്പോൾ കേരള സമൂഹം കേൾക്കട്ടെ, നിനക്ക് ആവശ്യം 5 സ്റ്റാറും 7 സ്റ്റാറുമല്ല, നിനക്ക് ആവശ്യം ദൈവത്തിന്റെ വിലയേറിയ മഹത്വം അത്രേ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്നതുപോലെ നാളെ കുറിച്ച് വ്യാകുലമില്ലാതെ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്.
which is a sign of the kingdom. നാളെക്കുറിച്ച് വ്യാകുലമില്ല, നാളെക്കുറിച്ച് സ്തോത്രം വ്യാകുലമില്ലാതെ ഇരിപ്പാൻ, നമ്മുടെ ഇന്നലേക്കാൾ നാളെ നല്ലതായി തീരുവാൻ, നമ്മുടെ ഇന്നലേക്കാൾ നാളെ നല്ലതായി തീരുവാൻ. ക്രൈസ്റ്റ് സെന്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതുകളിലൊന്നാണ്, വർഷങ്ങൾ നിങ്ങൾ കേൾക്കും, നമ്മുടെ ഇന്നലേക്കാൾ നമ്മുടെ നാളെ നല്ലതാണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. എന്നാൽ ശലോമോൻ ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കി ദുഃഖിച്ച് കാണാം, ഹലയോ സകലത മായ 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 എന്ന് കൺഫ്യൂസ് ചെയ്ത് താൻ പറയുകയുണ്ടായി. ആ അധ്യായം താൻ എഴുതിയത് well he was under backsliding, താൻ പിന്മാറ്റത്തിലായിരുന്നപ്പോഴാണ് താൻ പറഞ്ഞത് സകലത മായ മായ മായ. അർത്ഥം സ്തോത്രം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവന്റെ മഹത്വം പിൻപിലാണ്, അവന്റെ നല്ല കാലം പിൻപിലാണ്. ആ ഗതികേട് എനിക്കും നിനക്കും ഇല്ലേ ഇല്ല. പരിശുദ്ധാത്മാവെ കാണിച്ചു തന്നാട്ടെ ഇന്ന് പകൽക്കാലം ഇടറാതെ നടക്കുവാൻ, തളരാതെ ഓടുവാൻ, വാടാതെ നിൽക്കുവാൻ ദൈവത്തിന് കൃപയാൽ. എത്ര വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ, ഈ ജനം ജീവിച്ചിരുന്നാൽ, the best yet to come, the best yet to come എന്ന് പറയുവാൻ, നല്ല കാലങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ, നല്ല കാലങ്ങളിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യുവാൻ, teach us your way O God, അങ്ങയുടെ വഴിയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. വേദപുസ്തകം പറയുന്നു ശലോമോന്റെ തകർച്ച സ്തോത്രം ഏതൊക്കെ കാര്യങ്ങളിലാണ്. വേദപുസ്തകം പറയുകയാണ് സ്തോത്രം ശലോമോൻ എന്ന് പറയുന്ന രാജത്വം അല്ലെങ്കിൽ ദാവീദിന്റെ രാജധാനി ഒരു കോ ഇൻസിഡന്റ് ആയി വളരെ പെട്ടെന്ന് വന്നതായ ഒരു കാര്യം അല്ല. ദൈവത്തിന് നമ്മുടെ ഇന്നലെ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, ദൈവത്തിന് നമ്മുടെ നാളെയും അറിയാം. മഹത്വത്തിൽ പൊതിഞ്ഞ് ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിലൂടെ നടത്തുകയായിരുന്നു. ചെങ്കടൽ അവിടെ മുൻപിൽ വിഭാഗിക്കപ്പെട്ടു. അതിനു മുൻപ് ഫറവോനും സൈന്യവും തകർന്നു പോയി. മിസ്രൈമ്യ ദേശം, മൊസൂൾ എന്ന നഗരം ISSന്റെ താവളമായിരുന്നതിനെ സഖ്യസേന ഇപ്പോൾ തകർത്തിട്ടതുപോലെ മിസ്രൈം എന്ന് പറയുന്ന രാജ്യം മുഴുവൻ ഇതാ തകർന്നു പോയി. അത് മുഴുവൻ സ്തോത്രം താറുമാറായി തകർന്നവിടെ സൈന്യം സമുദ്രത്തിന് കീഴിലായി, അവിടെ സിംഹാസനം ശൂന്യമായി. കാരണം സ്തോത്രം ദൈവം അവരെ വിടുവിച്ചു. ഭയങ്കര യുദ്ധം, ഭയങ്കര ജയം. സ്തോത്രം. ആരാണ് ആ യുദ്ധം നയിച്ചത്? ദൈവം. ആരാണ് അവർക്ക് വേണ്ടി സൈന്യാധിപനായിരുന്നത്? ദൈവം. ആരാണ് അവരുടെ രാജാവ്? ദൈവം. കാരണം ദൈവം അടിമയായിട്ടല്ല ഇസ്രായേലിനെ ആക്കിയത്. ദൈവം പറഞ്ഞു there should not be any other king other than me. ഞാൻ അല്ലാതെ വേറെ ഏതൊരു രാജാവും നിനക്ക് ആവശ്യമില്ല. ഓ, ഞാൻ തന്നെ നിന്റെ രാജാവ് ആയിരിക്കട്ടെ. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഹൃദയം ഇതാണ്, എൻ്റെ മക്കളുടെ മേൽ വേറൊരുത്തനും കുതിര കയറല്ല. ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വേറെ ഒന്നും നിന്നെ ഭരിക്കല്ല. സ്തോത്രം. അത് സൃഷ്ടിയുടെ ആരംഭത്തിലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ദൈവം ആദാമിനോട് പറയുന്നു subdue, dominion and rule over. ഓ സ്തോത്രം, ഈ ലോകത്തിലുള്ള സകലത്തിനെ നീ ഭരിക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ ലോകത്തിലുള്ള സകലത്തിനെ നീ ഭരിക്കണം. ഒന്നും നിന്നെ ഭരിക്കല്ല. ഒരു ഈച്ചയോ പൂച്ചയോ പ്രശ്നമോ ശാപമോ പ്രതിസന്ധിയോ കടഭാരമോ ഒന്നും നിന്നെ ഭരിക്കല്ല. ഓ, നിന്നെ ആരെങ്കിലും ഭരിക്കുന്നെങ്കിൽ ഞാൻ മാത്രം ഭരിച്ചാൽ മതി. നീ രാത്രി വ്യക്തികളോട്, കുടുംബങ്ങളോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കർത്താവ് പറയുന്നു ദൈവം നിന്നെ ഭരിക്കട്ടെ. മറ്റാരെങ്കിലും നിന്നെ ഭരിക്കാൻ വരുന്നെങ്കിൽ it is not a blessing, it will be a burden my brothers and sisters. അത് നിശ്ചയമായിട്ട് ഭാരം തന്നെയായിരിക്കും. അങ്ങനെ വേദപുസ്തകം പറയുന്നു. പുറപ്പാട് മുതൽ ആവർത്തനം വരെ നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ദൈവം തന്നെ സകല യുദ്ധങ്ങളെ ഏറ്റെടുത്ത് ഗംഭീരമായി നടത്തി. പരാജയം എന്തെന്ന് ജനം കണ്ടില്ല. ജയത്തിന്മേൽ ജയം കണ്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ എത്തി. പക്ഷെ ഒരു ട്രാജഡി ഇതാണ് സംഭവിച്ചത്. 1 ശമൂവേലിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകം പറയുന്നു സ്തോത്രം, ജനമിതാ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ നിന്ന്, ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിൽ നിന്ന് പെർമിസീവ് വില്ലിലേക്ക്, അനുവദനീയമായ അവകാശത്തിലേക്ക്, ദൈവഹിതത്തിന്റെ അവകാശമല്ല അനുവദനീയമായ അവകാശത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് അവർ പറഞ്ഞു, മറ്റു ജാതികൾ ഹിത്യർ, ഹിവിയർ, യെബൂസിയർ പോലെ മറ്റ് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. വേദപുസ്തകം പറയുന്നു സ്തോത്രം, അതേ, ഓ സ്വർഗത്തിൽ ദൈവം കരഞ്ഞു. വളരെ ശ്രദ്ധിക്കുക, ക്രൈസ്തവർ ഇത് കേട്ടിട്ടില്ല. സ്വർഗത്തിൽ ദൈവം കരഞ്ഞെങ്കിൽ ഭൂമിയിലുള്ള പ്രവാചകനോ പ്രവാചകയോ കരയും. പ്രവാചകന്മാരെ, പ്രവാചകന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നറിയത്തില്ല, പക്ഷേ വ്യക്തികളെയും കുടുംബങ്ങളെയും സഭകളെയും ശുശ്രൂഷകളെയും കുറിച്ച് ഇന്നലെ രാത്രിയും നിങ്ങൾ കരയുന്നെങ്കിൽ ലെറ്റ് മീ ടെൽ യു, സ്വർഗത്തിന്റെ കരച്ചിലിന്റെ, ദൈവത്തിന്റെ കരച്ചിലിന്റെ റിഫ്ലക്ഷൻ ആണ് നിന്റെ കണ്ണിലൂടെ നിറഞ്ഞ് ഒഴുകുന്നത്. ആ രാത്രി മുഴുവൻ ശമൂവേൽ ഉറങ്ങാതെ അവൻ കിടന്ന് നിലവിളിച്ചു. ആ രാത്രി
രാത്രി മുഴുവൻ കരഞ്ഞതായ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ശമൂവേലേ, അവർ നിന്നെ അല്ല തള്ളിയത്, അവർ എന്നെ അത്രയെ തള്ളിയത്. അവർ നിന്നെ അല്ല തള്ളിയത്, അവർ എന്നെ അത്രയെ തള്ളിയത്. ഓക്കെ, പെർമിസീവ് വിൽ, പെർഫെക്റ്റ് വിൽ അല്ല, പെർമിസീവ് വിൽ. പെർഫെക്റ്റ് വില്ലിൽ ഒരു റിസറക്ഷൻ ഉണ്ട്, പെർമിസീവ് വില്ലിൽ ക്രോസ് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടെ, പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്രൈസിസ് വരും, പൂർണ്ണഹിതത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും. പക്ഷേ അടുത്ത് നിങ്ങൾക്കൊരു റിസറക്ഷൻ, പ്രൊമോഷൻ ഉണ്ടായിരിക്കും. പക്ഷെ പെർമിസീവ് വില്ലിൽ നിൽക്കുമ്പോൾ നിനക്ക് കുരിശുണ്ടായി. കർത്താവ് പറയും, മക്കളെ, നീ മേടിച്ചതാണത്, നീ അനുഭവിച്ചോ, ഹാവ് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ് എന്ന് ദൈവം പറയും. എന്നതുപോലെ സ്തോത്രം, ഇതാ കർത്താവ് പറഞ്ഞു, സ്തോത്രമോ അവർക്ക് ഒരു രാജാവിനെ കൊടുക്കുക. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കർത്താവിന് അറിയാമായിരുന്നു. ആവർത്തന പുസ്തകം 17-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കുമ്പോൾ 16 മുതൽ 20 വരെ, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ, മരുഭൂമിയിൽ ഒരു ഇസ്രായേൽ കടന്നു പോകുമ്പോൾ മുൻകൂട്ടി നേരത്തെ തന്നെ സ്തോത്രം, നാളെ അറിയുന്ന ദൈവം, നമ്മുടെ ഭാവി അറിയുന്ന ദൈവം, 2018 എങ്ങനെ, 2025 എങ്ങനെ, 2032 എങ്ങനെ, 2056 എങ്ങനെ എന്ന ഭാവിയെ ഇന്ന് പകലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നാം പാടിയതുപോലെ ആൽഫ മാത്രമല്ല ഒമേഗയുമാകുന്നവനായ കർത്താവ് വളരെ വ്യക്തവും കൃത്യമായി ഇപ്രകാരം പറഞ്ഞു, വാഗ്ദത്ത ദേശത്തിലെത്തുമ്പോൾ അവരൊരു രാജാവിനെ ചോദിക്കും. പക്ഷേ ആ രാജാവിനെ ചോദിക്കുമ്പോൾ, അന്യന്മാർ നിങ്ങളെ ഭരിക്കല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവനെ രാജാവായി എഴുന്നേൽപ്പിക്കണം. കണ്ടീഷൻ പലത് കർത്താവ് സ്തോത്രം എണ്ണി പറയുകയുണ്ടായി. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 16 മുതൽ 20 വരെ, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 16 മുതൽ 20 വരെ. അത് വീട്ടിൽ പോയി മക്കൾ വായിച്ചു നോക്കിയ സകല കണ്ടീഷൻ ദൈവം പറയാണ്. കണ്ടീഷൻ, നിബന്ധനകൾ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നിബന്ധനകൾ. ഒരിക്കൽ കൂടെ എൻ്റെ കൂടെ വരണം. ലോങ് സെർമനാണ്, അതാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നിബന്ധനകൾ. യെസ്, നിബന്ധനകൾ ബന്ധനങ്ങളല്ല. നിബന്ധനകൾ നിനക്ക് അനുഗ്രഹമാണ്, പ്രത്യേകിച്ച് ദൈവിക അനുഗ്രഹം. റോഡിലൂടെ 2 വീലറുമായി സ്തോത്രം കുട്ടികൾ ഇറങ്ങുമ്പോൾ അപ്പനും അമ്മയും പറയും, ആരെയും മൈൻഡ് ചെയ്യലടാ, സെൻട്രലിലൂടെ തന്നെ ഓടിച്ചു പോകണം കേട്ടോ എന്നല്ല വിവരമുള്ളവർ പറയും. മക്കളെ, ഇടതുവശത്തൂടെ ഓടിച്ചു പോകണം, അതൊരു നിബന്ധനയാണ്. എന്തിനു വേണ്ടിയാണ് ഇടതുവശത്തൂടെ വണ്ടി പോകണം, വലതുവശത്തൂടെ നടന്നു പോകണം എന്ന് പറയുന്നത്? നിന്റെ സ്തോത്രം പെയിന്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ കർത്താവ് പറഞ്ഞു, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാൻ, യു ആർ ദ ലീഡർ ഓഫ് ദ സൊസൈറ്റി. സ്തോത്രം, ഗാഡ്ലി സൊസൈറ്റിയുടെ, ദൈവിക സമൂഹത്തിന്റെ ലീഡറാണ് രാജാവ്. സ്തോത്രം, ജനത്തെ ഭരിക്കേണ്ടവനാണ്. മുൻപേ നടക്കുന്ന ഗോവ് തന്റെ പിൻപേ ഗമിക്കും ഗോക്കളെല്ലാം. സ്തോത്രം, അതുകൊണ്ട് രാജാവ് എങ്ങനെയായിരിക്കണമെന്നുള്ള നിബന്ധനകളെ കർത്താവ് സ്തോത്രം അന്ന് നൽകിയുണ്ടായി. നിങ്ങൾ തിരുവചനം വായിച്ചു നോക്കിയാൽ വേദപുസ്തകം പറയുന്നു, സഹോദരങ്ങളെ, സ്തോത്രം, ശൗല് എല്ലാറ്റിലും തെറ്റിയില്ല, ദാവീദും എല്ലാറ്റിലും തെറ്റിയില്ല. പക്ഷേ ശ്രേഷ്ഠനായ, മഹത്വമായ, ജ്ഞാനിയായ, സ്തോത്രം, പൂപ്പായൽ തുടങ്ങി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ വരെയുള്ള സകല കാര്യങ്ങളെ ഉള്ളതുപോലെ ആരഞ്ഞറിഞ്ഞവനായ ശലോമോൻ 1-ലല്ല 2-ലല്ല സകലത്തിലും ശലോമോൻ തെറ്റുകയുണ്ടായി. സകലത്തിലും ശലോമോൻ തെറ്റിയിട്ട് അവൻ്റെ ആരോഗ്യത്തിലുണ്ടായിരുന്ന മഹത്വം അവനെ പിൽക്കാലത്തിൽ നഷ്ടപ്പെട്ടു. ഞാനത് വീണ്ടും ആവർത്തിക്കാം. സ്തോത്രം, ആരോഗ്യത്തിലുള്ള മഹത്വം നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം എൻ്റെ മുൻപിൽ, നിന്റെ മുൻപിലുള്ളതായ വെല്ലുവിളി എന്ന് പറയുന്നത്, റബ്ബർ വെട്ടിയില്ലെങ്കിലും, സ്തോത്രം, ഗൾഫിൽ യാത്ര മുടങ്ങിയില്ലെങ്കിലും, ആ വിസ കിട്ടിയില്ലെങ്കിലും, ആ അഡ്മിഷൻ നടന്നില്ലെങ്കിലും, ആ കുഞ്ഞിൻ്റെ വിവാഹം നടന്നെങ്കിലും, നോ പ്രോബ്ലം. ദൈവത്തിൻ്റെ ആലയമാകുന്ന എന്നിൽ നിന്നിലുള്ളതായ ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തിന്റെ ജ്വലനം ഒരിക്കലും അണഞ്ഞു പോകരുത്. അതാണ് യുദ്ധം. പല ചാനലുകളുടെ, പല സ്രോതസ്സിലൂടെ ആത്മീയതയുടെ ജ്വലനം, ആത്മാവിന്റെ ജ്വലനം, മഹത്വത്തിന്റെ ജ്വലനം നഷ്ടപ്പെടുത്തരുത്. സ്റ്റേ ഇൻ ദ ബ്ലെസ്സിംഗ്. അനുഗ്രഹത്തിൽ പാർക്കുക, വീട്ടിൽ പാർക്കരുത്. ആരാ വീട്ടിൽ പാർക്കാൻ വേണ്ടി പറഞ്ഞേ? അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് മുഖത്ത് പോയി പറ, അനുഗ്രഹത്തിൽ വസിക്കുക. പറഞ്ഞേ, അനുഗ്രഹത്തിൽ വസിക്കുക. ദൈവിക അനുഗ്രഹത്തിൽ വസിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ വസിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞവരെല്ലാം നിങ്ങൾ നിറഞ്ഞവരത്രേ. പക്ഷേ ശലോമോൻ, അവൻ ബുദ്ധിമാനാണെങ്കിലും ആ വണ്ടി പഞ്ചറായി പോയി. തൻ്റെ ജീവിതമാകുന്ന ശലോമോന്റെ വണ്ടി പഞ്ചറായി പോയി. നിങ്ങളുടെ ബൈക്ക് വഴി കിടക്കാത്ത ഏതോ എഞ്ചിനീയറുടെ ബുദ്ധി അതിൻ്റെ പിൻപിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ കാറ് സ്തോത്രം വഴികൾ സ്റ്റക്ക് ആകാത്തത് ഏതോ എഞ്ചിനീയറുടെ, ഏതോ അത് ടൊയോട്ടയാണോ അല്ലെങ്കിൽ മാരുതിയാണോ, ഇടണോ സ്തോത്രം, നിസാനാണോ, ഏതോ ഒരു നല്ലൊരു എഞ്ചിനീയേഴ്സിന്റെ ബുദ്ധി
അതിൻ്റെ പിൻപിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പല കപ്പലുകൾ മുങ്ങാതെ ഇരിക്കുന്നത്. സ്തോത്രം ആരുടെ ബുദ്ധി കൊണ്ടാണ്? ആ വിമാനം പൊട്ടിച്ചിതറാത്തത് ആരുടെയോ ബുദ്ധി കൊണ്ടാണ്. പക്ഷേ സ്തോത്രം സോളമൻ ദ വൈസ് അല്ല, സോളമൻ ദ വേസ്റ്റ് എന്ന് പറയത്തക്ക ക്രമത്തിൽ ശലോമോൻ പൊളിക്കപ്പെടുകയുണ്ടായി. ശലോമോൻ തകർക്കപ്പെട്ടു. ശലോമോനെ, നിനക്ക് വന്ന തകർച്ച ഞങ്ങൾ റിഫ്യൂസ് ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നിനക്ക് വന്ന തകർച്ച ഞങ്ങൾക്കുള്ളതല്ല. സ്തോത്രം കർത്താവേ, ഒരു മനുഷ്യൻ്റെ ഗമനത്തെ സ്തോത്രം യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന കർത്താവ്. ഒരു മനുഷ്യൻ്റെ നടപ്പിൽ പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. ഒരു മനുഷ്യൻ്റെ ഗമനം യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അതിനെ സ്ഥിരപ്പെടുത്തുന്നവനായ കർത്താവിൻ്റെ കൃപയാൽ അവൻ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ കാലുവച്ചാൽ ഞാൻ വഴുതിപ്പോകും. അവൻ്റെ ചുവടുകളിൽ തന്നെ ഞാൻ കാല് വയ്ക്കട്ടെ. അവൻ്റെ ചുവടുകളിൽ തന്നെ ഞാൻ കാല് വയ്ക്കുവാൻ. യേശു എവിടെയാണോ കാല് വെച്ചത് അവിടെ തന്നെ ഞാൻ കാല് വയ്ക്കാൻ. യേശു എവിടെ കാല് വെച്ചോ അവിടെ തന്നെ കാല് വയ്ക്കുവാൻ. ഒരു ബീച്ചിലൂടെ അപ്പൻ നടക്കുമ്പോൾ, ഒരു ബീച്ചിലൂടെ അപ്പൻ മുൻപിൽ നടക്കുമ്പോൾ അപ്പൻ പറയുകയാണ്, മക്കളെ, പപ്പയുടെ കാല് എവിടെയാണോ വെച്ചത് അവിടെ തന്നെ നീ കാല് വെച്ചാട്ടെ എന്ന് പറയുന്നത് പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് രാജാതി രാജാവ്, കർത്താതി കർത്താവ്, മാതൃകാ പുരുഷൻ എനിക്ക് മുൻപായി കടന്നുപോയി. എൻ്റെ മുൻപിൽ പോയവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അതുകൊണ്ട് അവൻ്റെ സ്റ്റെപ്പിൽ 100% നീയും ഞാനും സജ്ജന അവൻ്റെ കാലിൽ തന്നെ, അവൻ്റെ സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ പാദങ്ങൾ വയ്ക്കുവാൻ ഏൽപ്പിക്കപ്പെടാം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. എന്നാൽ എന്ത് വഴിയിൽ നടക്കണം, ഏത് വഴിയിൽ നടക്കണമെന്ന് സ്തോത്രം ശലോമോനോട് ദൈവം പറഞ്ഞു. വേദപുസ്തകം പറയുന്നു, സ്തോത്രവൻ മാറി നടന്ന്. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ഏതൊക്കെ വഴിയിലാണ് താൻ മാറി നടന്നത്? നമ്പർ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. 1 ശമൂവേൽ 11-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും അമോര്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോദിനെയും ചെന്ന് സേവിച്ച് തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോശിനും അമോര്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മാലോക്കിനും ഓരോ പൂജാഗിരി പണിതു. വീണ്ടും തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 11:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏത് പുസ്തകം പറയുന്നു, ദൈവം ഇല്ലാത്തവൻ, ഒരു അവിശ്വാസി, കൽപ്പന കിട്ടാത്തവൻ, ദൈവമായി ബന്ധം ഇല്ലാത്തവൻ, ന്യായപ്രമാണം അറിയാത്തവൻ, വചനം അറിയാത്തവൻ, എങ്ങനെയൊക്കെ ഏതൊക്കെ വിഗ്രഹങ്ങളെ മുൻപിൽ, ഏതൊക്കെ അന്യ ദൈവങ്ങളെ മുൻപിൽ യാഗമർപ്പിക്കുമോ, പൂജ അർപ്പിക്കുമോ, സ്തോത്രം, അതേപോലെ അതേ ശലോമോൻ ഇതാ അന്യ വിഗ്രഹങ്ങളെ സേവിക്കുകയാണ്. അന്യ ദൈവ സേവ. സ്തോത്രം. നമ്പർ 1, you to lose the blessing, to lose the glory, to lose the anointing. അന്യ ദൈവ സേവ, അന്യ ദൈവ സേവ, അന്യ ദൈവ സേവ. അവൻ പല വിഗ്രഹങ്ങൾക്ക് അവൻ പൂജ കഴിച്ചു. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, മോര്യാമലയുടെ ഓപ്പോസിറ്റ്. യെരൂശലേമിൽ പോയവർക്കറിയാം അതിനർത്ഥം ഒലിമല. ശലോമോന്റെ കാലത്തും ഒലിമലയുണ്ട്. ആ ഒലിമലയിൽ അന്യ ദൈവ ക്ഷേത്രം പണിയുകയാണ്. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് മോര്യാമലയുടെ മണ്ടയ്ക്ക് യഹോവയുടെ ആലയം ഉണ്ടായിരുന്നു. യഹോവയുടെ ആലയം, ശലോമോൻ നിർമ്മിച്ച മഹത്തരമായ ആലയം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം, ദൈവത്തിന്റെ അളവിന് പ്രകാരം നിർമ്മിച്ചത്. ഓപ്പോസിറ്റ് അതേ മലയിൽ ഇതാ സ്തോത്രം അന്യ ദൈവ ക്ഷേത്രമുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ മറ്റെന്തിനെങ്കിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവത്തിന് കൊടുക്കാതെ തത്തുല്യമായ പ്രാധാന്യം മറ്റെന്തെങ്കിലും നൽകുന്നെങ്കിൽ അതിൻ്റെ പേര് അന്യാരാധന എന്നാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് ആ വാക്യം പറഞ്ഞാട്ടെ, ദൈവമല്ലാതെ അന്യ ദൈവം നിനക്ക് വേണ്ട. പറഞ്ഞേ, സ്തോത്രം, ദൈവമല്ലാതെ അന്യ ദൈവം നിനക്ക് വേണ്ട. കാരണം തിരുവചനം അതാണ്. സ്തോത്രം 1-ാമത്തെ കൽപ്പനയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. ശബ്ദമുയർത്തി പറഞ്ഞേ, അറിയത്തില്ലയോ, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടായിരിക്കല്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടായിരിക്കല്. നമ്മൾ ഇതോടെ തുടങ്ങാം. നോക്ക്, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടായിരിക്കല്ല. അയ്യോ, ഇവിടെ ഇരിക്കുമ്പോൾ
സ്തോത്രം പശുവിന് വെള്ളം കൊടുത്തോന്തോ, അല്ലെങ്കിൽ സ്തോത്രം അതേ കൃഷിക്ക് വളം എറിഞ്ഞോന്തോ, സ്തോത്രം എന്ന് ആരെങ്കിലും മറ്റെന്തെങ്കിലും ഇന്റർനാഷണൽ ടൂറിലായിരിക്കുന്നെങ്കിൽ സൂക്ഷിച്ചോ, മറ്റൊരു ചിന്ത നിന്നെ ഭരിക്കുകയാണ്. സ്തോത്രം 100% ഞായറാഴ്ച മാത്രമല്ല എല്ലാ സമയത്തും നമ്മുടെ ഫുൾ എഫേർട്ടും സ്തോത്രം നമ്മുടെ ഫുൾ ആശ്രയവും നമ്മുടെ പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. സഹോദരങ്ങൾ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നമ്മുടെ ആരാധന ശബ്ദത്തെക്കാൾ ഉപരിയാണ്. ഓ ഹല്ലേലൂയ. ഒരാളുടെ ശബ്ദം നോക്ക്, അവർ നന്ന ആരായിച്ച് എന്ന് പറയുന്ന അതല്ല ആരാധന. സ്തോത്രം, ശബ്ദം ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. എത്രത്തോളം നിങ്ങൾ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കുന്നു, എത്രത്തോളം കർത്താവിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കുന്നു, അതാണ് നിങ്ങളുടെ ആരാധന. ഓ, അത് ഞായറാഴ്ച മാത്രമല്ല, അത് പകല് മാത്രമല്ല, അത് പുലർകാലം 2 മണിക്കായിരിക്കാം, അത് ഹോസ്പിറ്റൽ വാർഡിലായിരിക്കാം, റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം, അത് റോഡ് വക്കത്തായിരിക്കാം. ദിവസം ഇങ്ങനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം ആത്മാവാകുന്നു. അവൻ ആത്മാവിലും സത്യത്തിലും ഈ പട്ടണത്തിന്റെ ഏത് കോണിലും ഏത് കോണിലും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുക. അന്യ ദൈവ ആരാധന എവിടെയുണ്ടോ അവിടെ മഹത്വം പോകുന്നു, അവിടെ ക്ഷാമം കടന്നു വരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കാൻ വരാതെ ട്യൂഷന് പിള്ളേർ വിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരാതെ പാർട്ടിക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരാതെ കല്യാണത്തിന് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, അതേ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരാതെ മറ്റെന്തെങ്കിലും ഗസ്റ്റോ ഗോസ്റ്റോ എന്ന് പറഞ്ഞു ഓടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കം ബാക്ക് ടു ദ ഫസ്റ്റ് ലവ്, കം ബാക്ക് ടു ദ ഫസ്റ്റ് ലവ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നോട്ടെ. നിനക്ക് ജീവനുള്ള കാലത്തോളം സ്തോത്രം നിന്റെ ആരാധന മുടക്കല്ല. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈക്ക് പിടിച്ച് വിടല്ലേ, ആ കൈക്ക് പിടിച്ച് മുഖത്തോക്കി പറഞ്ഞ അയൽവാസിയെ നമ്മൾ ദരിദ്രവാസിയാകാൻ അതിരിപ്പാൻ പറഞ്ഞേ, നമ്മൾ ദരിദ്രവാസിയാകാതിരിക്കാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. എന്തോ പറഞ്ഞവര് അതോടെ പറഞ്ഞു വിട്ടോ. പെട്ടെന്ന് കൈമാറ്റിയെങ്കിൽ പെട്ടെന്ന് ഒരിക്കൽ കൂടെ കൈവച്ച് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ അടുത്ത ആഴ്ചകളിലൂടെ ഉണ്ടായിരിക്കണമെന്ന്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ പഠിപ്പിക്കുന്ന സഹോദരന, പ്രാധാന്യം മറ്റൊന്നിന് കൊടുക്കല്. ഒരൊറ്റ ഭൗതിക വിഷയമല്ല ഒരു ഭക്തന്റെ ആരാധന. അത് പണമല്ല, അത് റബ്ബർ എസ്റ്റേറ്റ് അല്ല, നിനക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ തകർന്നു കിടന്ന ക്രൂശിന്മേൽ മരിച്ച കർത്താവ് യേശു 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 യേശുവാണ് വലിയവൻ. പറഞ്ഞു സ്തോത്രം. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും തിരുവനന്തപുരത്ത് ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമയം വരുന്നു. ഇന്ന് പകൽ ഇപ്പോൾ വന്നും ഇരിക്കുന്നു. അന്യാരാധനകൾ പുറത്തു പോകട്ടെ, സത്യാരാധന കടന്നു വരട്ടെ. സത്യാരാധന ഏത് ഇല്ലത്തിലും ഉള്ളത്തിലും വെളിപ്പെടുന്നു, അവിടെ ശാപം തകർക്കപ്പെടുന്നു, അവിടെ അനുഗ്രഹത്തിന്റെ മഴ 72-ാം സങ്കീർത്തനം പോലെ പെയ്തിറങ്ങുന്നു. എവിടെ ശാപം തകരുന്നു അവിടെ ഉടനെ ഓർത്തുകൊള്ളാം, സ്തോത്രം, അവിടെ ആരാധന വെളിപ്പെട്ടിട്ടുണ്ട്. എവിടെ ശാപങ്ങൾ ഉടയണമോ ഉടനെ വാ തുറന്ന് ആരാധിച്ചോളണം. നിങ്ങളുടെ വീട് സ്തോത്രം അപ്പത്തിന്റെയും ആഹാരത്തിന്റെയും ഭവനമല്ല, നിന്റെ ഭവനം ഒരു ആരാധനയുടെ ഭവനമായിരിക്കട്ടെ. അടുപ്പുള്ള വീട്, അടുപ്പുള്ള വീട്ടുകാർ കരങ്ങൾ ഉയർത്തിയാട്ടെ. എൻ്റെ വീട്ടിൽ അടുപ്പുണ്ടെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അടുപ്പില്ലെങ്കിൽ, കുറച്ച് പേരെ വീട്ടിൽ അടുപ്പില്ല, അത് ചുറ്റും റെസ്റ്റോറൻ്റ് ആണ്, അതുകൊണ്ടാണ്. അടുപ്പുണ്ടെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. അടുപ്പുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അപ്പുറത്തെ ചായക്കടയുണ്ട്, തട്ടുകടയുണ്ട്. സ്തോത്രം ഇല്ലെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാൻ, ഞാൻ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ നിനക്ക് വേണ്ടി സ്തോത്രം പരിചയപ്പെടുത്താം. പൈസ നീ കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ സ്തോത്രം അടുപ്പില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. ആരാധനയില്ലെങ്കിൽ നീ തൊലഞ്ഞു പോകും.
വേദപുസ്തകം പറയുന്നു, ആരാധന എവിടെയുണ്ടോ മക്കളെ കേക്ക്, ആരാധന എവിടെയുണ്ട് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആർക്ക് ഓഫ് ദ കവനന്റ്, ദൈവത്തിന്റെ നിയമപ്പെട്ടകം. വേദപുസ്തകം പറയുന്നു, ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയി ഒബേദെദോം എന്ന് പറയുന്നവന്റെ വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം സ്തോത്രം വന്നു. അത് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നതല്ല, അത് പ്രതീക്ഷിച്ചിരുന്നതല്ല, അത് എഴുതി വച്ചിരുന്നതല്ല. കാറ്റടിച്ചാൽ പേപ്പറുകൾ പാറിപ്പോകും. ഓ കമാൺ, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റടിച്ചാൽ നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് വയ്ക്കുന്നവനാണ് ദൈവം. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, അങ്ങളെ ആലയത്തിലിരിക്കേണ്ട, കൂടാരത്തിലിരിക്കേണ്ട ഈ പെട്ടകം എങ്ങനെയാ ഇവന്റെ ലിവിംഗ് റൂമിൽ വന്നത്? ഒബേദെദോമിന്റെ വീട്ടിൽ എങ്ങനെയാ ഇത് വന്നത്? മക്കളെ, ഒരു കാള വരണ്ടതാ കുഴപ്പമായത്. ഒരു കാള വരണ്ടു, പ്രതീക്ഷിക്കാത്ത കാള വരണ്ടു. സ്തോത്രം www.bullockcourtministry.org. സ്തോത്ര കാളവണ്ടി ശുശ്രൂഷ എന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ ഈ ആർക്കിനെ കയറ്റി. എടോ മന്ദബുദ്ധി, ഇത് ഈസി മട്ടിൽ കൊണ്ടുവരേണ്ടതല്ല. ഇത് ഈസി മട്ടിൽ ഈ മഹത്വം ഇറങ്ങത്തില്ല. ഈസി മട്ടിൽ പ്രിയമുള്ളവരെ മഹത്വം ദൈവജനത്തിൽ വ്യാപരിക്കത്തില്ല. അതിനൊരു ചെലവുണ്ട്. അത് ചുമന്നേ പറ്റത്തുള്ളൂ. ചുമന്നേ പറ്റത്തുള്ളൂ. ചുമന്നേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തില് ചുമക്കേണ്ടത് ചുമന്നേ പറ്റത്തുള്ളൂ. എന്നാലേ മഹത്വം വ്യാപരിക്കത്തുള്ളൂ. കേക്ക്, കൈയടിച്ചു വിടല്. ഇന്ന് പകൽ കൈയടിച്ചു വിടല്. സ്തോത്രം. തിരുവചനം പറയുന്നു, അക്കാള വരണ്ടപ്പോൾ സ്തോത്രം. നിങ്ങൾക്കറിയാം, അസ്തോരിക്കുന്ന പെട്ടകം ഒബേദെദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. 3 മാസം എന്ന് പറഞ്ഞാൽ 12 ഞായറാഴ്ച. സ്തോത്രം. ഞാൻ പറയുന്ന 12 ഞായറാഴ്ച ക്രൈസ്റ്റ് സെന്ററിൽ വെച്ച് മേലെയും താഴെയും ഇങ്ങനെ സ്തോത്രം പുതുക്കണമെന്നല്ല പറഞ്ഞത്. പലരും പറഞ്ഞിട്ടുണ്ട് 21 വെള്ളിയാഴ്ച മറ്റടുത്ത് പോ സ്തോത്രം, അല്ലെങ്കിൽ 12 വെള്ളിയാഴ്ച ഇങ്ങോട്ട് വാ സ്തോത്രം എന്ന് പറയുന്നത് പോലെ ഒരു ദിവസ കണക്കല്ല ഞാൻ പറയുന്നത്. ഇന്ന് പകൽ ഞാൻ പറയുന്ന ആരാധന ദിവസവും മാസവും അല്ല. സ്തോത്രം. ഇവിടെ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നാൽ എക്സിറ്റ് ഇല്ല. പിന്നെ ജീവിതമേ ആരാധനയാണ്. പക്ഷെ ഒബേദെദോമിന്റെ വീട്ടിൽ ഹോൾ ബാക്ക് ചെയ്ത കമ്മിറ്റഡ് ആയിട്ടുള്ള ആരാധനയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും അതേ റെപ്രസെന്റേഷനായി 3 മാസം സ്തോത്രം. 3 മാസം ശബ്ദം ഉയർത്തി പറഞ്ഞേ, 3 മാസം ദൈവത്തിന്റെ പെട്ടകം സ്തോത്രം അവന്റെ വീട്ടിൽ ഇരുന്നു. 3 മാസം ഒബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നപ്പോൾ ഒബേദെദോം നോട്ടീസ് അടിച്ചില്ല. പക്ഷെ നാട്ടുകാർ പറഞ്ഞു, നോക്ക് അവന്റെ ജീവിതം മാറി, നോക്ക് അവന്റെ പിള്ളേർ അനുഗ്രഹിക്കപ്പെട്ടു, നോക്ക് അവന്റെ ഭവനത്തിൽ വിശാലതയായി, നോക്ക് അവന്റെ ജീവിതം മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ വന്നിട്ട് എത്ര വർഷമായി? നീ ആരാധിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? വല്ല മാറ്റവും നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? വല്ല പച്ചിപ്പും നിന്റെ ജീവിതത്തിൽ ഉണ്ടായോ? വല്ല ഉയർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടായോ? ഉയർച്ച വന്നെങ്കിൽ നിന്റെ ആത്മീയത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഉയർച്ചയില്ലെങ്കിൽ ആ ചോർച്ച അടച്ചോ. ആ ചോർച്ച അടച്ചുകളാ. അവൻ തകർക്കുന്നവനല്ല, അവൻ ഉയർത്തുന്നവനാണ്. 3 മാസം ആ പെട്ടകം അവിടെ ഇരുന്നപ്പോൾ വേദപുസ്തകം പറയുന്ന അടുത്തിരുന്നവർ മാത്രമല്ല, അങ്ങ് ദൂരെ യെരൂശലേം പട്ടണത്തിലിരുന്നു രാജാവായ ദാവീദ് പോലും കേട്ടു, ഇങ്ങ് ദൂരെ ഗ്രാമത്തിലിരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഗ്രാമത്തിലിരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പട്ടണവാസികൾ പോലും അറിഞ്ഞു. അർത്ഥം, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ അനുഗ്രഹം രഹസ്യം അല്ല. ഓ, ഗ്രാമത്തിലിരുന്ന് ആരാധിക്കുന്നവനെ പട്ടണത്തിൽ പോലും നിന്റെ അനുഗ്രഹം പ്രസിദ്ധമാകത്ത ക്രമത്തിൽ ഓ ആരാധന വെളിപ്പെടുന്നവന്റെ സ്തോത്രം അനുഗ്രഹം രഹസ്യമല്ല, പരസ്യമത്രേ. യേശുവിന്റെ നാമത്തിൽ നിന്നെ പരസ്യഘോരമാക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, ദുഷ്ടമനുഷ്യർ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ സത്യാരാധന എവിടെയാണോ വെളിപ്പെടുന്നത്, അവിടെ ശാപങ്ങൾ തകരുന്നു, അവിടെ അനുഗ്രഹം വെളിപ്പെടുന്നു. നിന്റെ അടുത്ത് മാത്രമല്ല, നിന്റെ അകലെ പോലും അറിയുന്നതായ ക്രമത്തിൽ അനുഗ്രഹം വെളിപ്പെടുന്നു. 2-3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ അനുഗ്രഹം പ്രസിദ്ധമാണ്. പറഞ്ഞേ, ഓ എന്റെ അനുഗ്രഹം പ്രസിദ്ധമാണ്, എന്റെ അനുഗ്രഹം പ്രസിദ്ധമാണ്. നിനക്കൊരിക്കലും സ്തോത്ര കട്ടിൻ കീഴിൽ വെക്കാൻ പറ്റത്തില്ല, പറയുടെ കീഴിൽ നിന്റെ അനുഗ്രഹം ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാനത് കാണാൻ പോകുന്നു, നീ എന്നിൽ കാണാൻ പോകുന്നു, ഞാൻ നിന്നിൽ കാണാൻ പോകുന്നു, നീ എന്നിൽ കാണാൻ പോകുന്നു, ഞാൻ നിന്നിൽ കാണുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ മുട്ടുകുത്തിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ദുരാത്മാക്കൾ നിന്റെ മുൻപിൽ മുട്ടുമടക്കട്ടെ. ഓ, കരങ്ങളെ അടിച്ച് പക്ഷേ ശലോമോൻ പോയി.
ശലോമോന്റെ സ്തോത്രം ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അത്. വേദപുസ്തകം പറയുന്നു സ്തോത്രം അവന് സ്തോത്രം അന്യാരാധനയുടെ പിന്നാലെ കടന്നുപോയി. വീണ്ടും വേദപുസ്തകം പറയുന്നു 10-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ 10:26 പറയുന്നു സ്തോത്രം ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ച് അവന് 1400 രഥങ്ങളും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അവരെ അവൻ രാജാവിൻ്റെ രഥനഗരങ്ങളിലും യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു. 29-ാം വാക്യം, മിസ്രൈമിൽ നിന്ന് രഥം 1-ന് 600 കുതിര 1-ന് 150 വെള്ളി ശേക്കൽ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നവരും അങ്ങനെ തന്നെ അവൻ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും. ഓക്കെ, സ്തോത്രം. പോയിന്റ് ഇതാണ്. 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു മിസ്രൈമിൽ നിന്ന് ശലോമോൻ കുതിരകളെ വാങ്ങി. ദ ഈജിപ്ഷ്യൻ ഹോഴ്സസ്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടതായ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ ഈജിപ്തിലേക്ക് കടന്നുപോയി. 10-ാം അധ്യായം 26-ാം വാക്യവും സ്തോത്രം അതുപോലെ 10-ാം അധ്യായം 29-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 26-ാം വാക്യവും 10-ാം അധ്യായം 29-ാം വാക്യവും. സ്തോത്രം. അതിലിങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, അതിന് ധാരാളം കുതിരകളെ വാങ്ങുവാൻ സ്തോത്രം താൻ ഈജിപ്തിലേക്ക് കടന്നുപോയി. സ്തോത്രം. ദൂതിതാണ്. ഒരു കാരണവശാലും കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല നീ ഒരു കാരണവശാലും ഈജിപ്തിലേക്ക് പോകണമെന്ന് ദൈവം പറഞ്ഞില്ല. ഒരു കാരണവശാലും സ്തോത്രം നീ മിസ്രൈമിലേക്ക് പോകണമെന്ന് ദൈവം പറഞ്ഞതേ ഇല്ല. ഒരു കാരണവശാലും സ്തോത്രം ഈജിപ്തിൽ പോകരുത്, നീ മിസ്രൈമിലേക്ക് പോകരുത്. കാരണം എന്ത്? ഈജിപ്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നതാണ്. ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ നിന്റെ കാലുകൾ ഒരിക്കലും പിന്നിലേക്കല്ല നീ പോകേണ്ടത്, നിന്റെ കാലുകളെ നീ മുന്നിലേക്കാണ് വെക്കേണ്ടത്. ഒരിക്കൽ കൂടെ, നിന്റെ കാലുകൾ പിന്നിലേക്കല്ല പോകേണ്ടത്, നിന്റെ കാലുകൾ മുന്നിലേക്കാണ് നീ വെക്കേണ്ടത്. ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് പിന്നോട്ട് നടക്കുന്ന ഞണ്ടല്ല. ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് മുന്നോട്ട് ഒഴുക്കിനെ എതിർത്ത് മുന്നേറുന്ന മത്സ്യങ്ങളത്രേ. യെസ്, സ്തോത്രം. ദൈവത്തിൻ്റെ ജനം മുന്നോട്ട് പോകുന്നവരാണ്. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ മുന്നേറുന്നവരാണ്. പറഞ്ഞാട്ടെ, നമ്മൾ മുന്നേറുന്നവരാണ്. നമ്മൾ പിന്നോട്ട് പോകുന്നവരല്ല, പകരം നീ മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ സാത്താൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നിന്നെ പിന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ ശ്രമിക്കും. സ്തോത്രം. വേദപുസ്തകം പറയുന്നു ഫറവോൻ എന്ന് പറഞ്ഞാൽ സാത്താൻ, ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്തോത്രം ലോകം, അതെ മോശ എന്ന് പറഞ്ഞാൽ മെഷിഹായുടെ നേതൃത്വത്തിൽ, അതായത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറത്തെടുത്ത് അവരിതാ പെസഹ ചോരത്തളി സ്തോത്രം ആചരിച്ച് മിസ്രൈമിൽ നിന്ന് അവരിതാ പുറത്തു വന്നു. ഒരമ്മയിൽ നിന്ന് ഒരു ശിശു പുറത്തു വരുന്നത് പോലെ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ ജനത്തെ ദൈവം പുറത്തെടുത്ത് ആ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവമല്ല ഇറങ്ങിയത്. മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങിയപ്പോൾ അത് കത്തിയതാണ്. ഒരിക്കൽ കൂടെ സ്തോത്രം. കത്തുന്ന മുൾപ്പടർപ്പിലല്ല ദൈവം ഇറങ്ങിയത്. ദൈവം ഇറങ്ങിയാൽ കത്താതിരിക്കുന്ന ഏതും ഇന്ന് പകലും കത്തും. ദൈവം ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഇറങ്ങിയാൽ കത്താതിരിക്കുന്നത് എല്ലാം കത്തും. സ്തോത്രം. എന്നാൽ ബൈബിൾ പറയുന്നു സ്തോത്രം, കർത്താവ് വന്നിട്ട് പറഞ്ഞു, I saw the affliction of my people, I heard their cry, now I have come down to deliver my people. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. 6 മാസം കഴിഞ്ഞിട്ടെന്നല്ല, അടുത്ത വർഷം സംക്രാന്തിക്കെന്നല്ല, ഇപ്പോൾ ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവം അവരെ വിടുവിച്ച് അവരെ സ്തോത്രം മിസ്രൈമിൽ നിന്ന് പുറത്തെടുത്ത് 400 വർഷത്തിന്റെ നാറ്റം പോകാൻ ചെങ്കടൽ വിഭാഗിച്ച് സ്തോത്രം മേഘത്തിലും സമുദ്രത്തിലും സ്നാനം കഴിപ്പിച്ച് വാഷ് ചെയ്ത് മേഘത്തിലും സമുദ്രത്തിലും മിസ്രൈം എന്ന ലോകത്തിന്റെ നാറ്റം പോകാൻ അവർ വാഷ് ചെയ്ത് സ്തോത്രം അവരെ മറുകര കടത്തിയപ്പോൾ ദൈവം പറഞ്ഞു, സ്തോത്രം മോശെ, I need your help.
ഹെൽപ്പ്. മോശെ, ഐ നീഡ് യുവർ ഹെൽപ്പ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിച്ചാൽ സ്വർഗത്തിൽ അടിയപ്പെട്ടിരിക്കും. നീ കൈ നീട്ടിയത് കൊണ്ടാണ് ചെങ്കടൽ ഞാൻ വിഭാഗിച്ചത്. ഈ ചെങ്കടൽ ഇതാ തുറന്നു കിടക്കുകയാണ്, ചെങ്കടയുടെ വഴി ഇതാ തുറന്നു കിടക്കുകയാണ്. 2 ഡേഞ്ചർ ഉണ്ട്. ഒന്ന്, ഫറവോന് വന്ന് നിന്നെ പിടിക്കാം. 2, ഈ ജനത്തിന് പിന്നോട്ട് പോകാം. എന്നാൽ ഈ ജനത്തെ ഞാൻ വിളിച്ച് പുറത്തിറക്കിയത് പിന്നോട്ട് നടക്കാനല്ല. ഈ ജനം പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയും നിരൂപിക്കുകയും വേണ്ട. അവർ മുന്നോട്ട് പോകാനാണ്, അവർ മുന്നോട്ട് വാഗ്ദത്തത്തിലേക്ക് കുതിപ്പാനാണ്. അതുകൊണ്ട് മോശെ, let us close the back door. നമ്മൾ പിൻവാതിലിനെ നമുക്ക് അടയ്ക്കാം. സ്തോത്രം. മോശെ ഒരിക്കൽ കൂടെ നീ വടി നീട്ടിയാട്ടെ. മോശെ വടി നീട്ടി പറയുമ്പോൾ വീണ്ടും തുറന്നിരുന്നതായ മിസ്രൈമിലേക്ക് പോകുന്നതായ വഴിയ ദൈവം അടച്ച്. So that's the heart of the God. ദൈവത്തിന്റെ ഹൃദയം ഇതാണ്. ഇനി മിസ്രൈമിൽ കുതിരയല്ല, റൈനോസർ അവൻ വിൽക്കുന്നെന്ന് പറഞ്ഞാലും സ്തോത്രം, നീ അതേ സ്തോത്രം മിസ്രൈമിലേക്ക് പോകാൻ പാടില്ല. ലോകത്തിന്റെ ചരക്ക് കൊണ്ടല്ല നീ ദൈവസഭയെ നയിക്കേണ്ടത്. ലോകത്തിന്റെ ചരക്ക് കൊണ്ടല്ല ദൈവജനത്തെ നീ ഭരിക്കേണ്ടത്. രാജാവേ, നീ ഭരിക്കേണ്ടത് സ്തോത്രം അശ്വബലത്തിലല്ല, പുരുഷന്റെ ഊരുകളിലുമല്ല. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ തലമുറയിൽ 100% ദൈവത്തെ ആശ്രയിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. യേശുവിന്റെ നാമത്തില് സ്തോത്രം. അതേ, ഒരു കാലം ഇസ്രായേലിലും മറ്റേ കാലം അത് ദൈവസഭയിലും അല്ലെങ്കിൽ സ്തോത്രം ദൈവരാജ്യത്തിൽ നിനക്ക് വയ്ക്കുവാൻ കഴിയത്തില്ല. കർത്താവ് അവരോട് പറഞ്ഞു, സ്തോത്രം, അതേ, നീ പിന്നോട്ട് പോകരുത്. ശലോമോന് സംഭവിച്ചത്, അവൻ മിസ്രൈമിലേക്ക് പോയി. യേശുവിന്റെ നാമത്തിൽ നിന്നുള്ള മഹത്വം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നീ പിന്നോട്ട് പോകരുത്. ലോത്തിന്റെ ഭാര്യ പിന്നോക്കി തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പ് തൂണായി സ്റ്റക്കപ്പായി പോയി. പഴയതിലേക്ക് നോക്കി പലരും ഉപ്പ് തൂണായി, പഴയതിലേക്ക് നോക്കി പല ശുശ്രൂഷകരും അനങ്ങാപ്പാറകളായി, പഴയതിലേക്ക് തിരിഞ്ഞു നോക്കി പല ശുശ്രൂഷകളും സ്റ്റാച്ചു ആയി. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, പ്രതിമയാകല്ല്. പെട്ടെന്ന് പറ, പ്രതിമയാകല്ല്, സ്റ്റാച്ചു ആകല്ല്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇന്നലത്തെ ദുഃഖം, ഇന്നലത്തെ ഭാരം, ഇന്നലത്തെ കണ്ണുനീർ, ഇന്നലത്തെ അറ്റാക്ക്, ഇന്നലത്തെ പഴി, ഇന്നലത്തെ ദൂഷി യേശുവിന്റെ നാമത്തിൽ വിട്ട് ഭാവിച്ചാതെ എനിക്ക് ഇന്നലത്തെ കാര്യം അറിയണ്ട. കാരണം എന്നെ നാളെയുടെ ടാസ്കിന് വേണ്ടി നാളേക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു. സ്തോത്രം. എന്റെ നാളേക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുമെന്ന് ഇന്നലത്തെ കൊണ്ടുവരുന്നു. സ്തോത്രം. അതേ, നാളത്തെ ഭാവി, ഇന്ത്യയുടെ നാളത്തെ ഭാവി രാഷ്ട്രീയക്കാരുടെ കയ്യിലല്ല, ദൈവസഭയുടെ കയ്യില്. സമൂഹത്തിന്റെ നാളത്തെ ഭാവി ദൈവജനത്തിന്റെ കയ്യില്. അതുകൊണ്ട് സ്തോത്രം, നാളെ നമ്മതേ എന്ന് തമിഴിൽ ആരാണ്ട് പറഞ്ഞ പോലെ നാളെ നമ്മുടേതാ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അതിനുവേണ്ടി നിന്റെ കാല് പിന്നിലോട്ടല്ല, നിന്റെ കാല് മുന്നിലോട്ടത്രേ. നിന്റെ നാളേക്കുള്ള കുതിപ്പിന് എതിരെ ഇടർച്ച കല്ലുകൾ, തടങ്കൽ പാറകൾ പിശാചും മനുഷ്യന് പിടിച്ചു വയ്ക്കുമ്പോൾ ആ ഇടർച്ച കല്ലുകളെ ചവിട്ടി താഴ്ത്തി അതിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി. that stumbling block led to turn into stepping stone. ആ ഇടർച്ച കല്ലുകൾ ചവിട്ട് പടികളാക്കി ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ട് പോ. നിന്നാൻ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ആർക്കും നിന്നെ സ്റ്റാച്ചു ആക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ നിശ്ചലമാക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നീ മുന്നോട്ടാണ്. മിസ്രൈമിലേക്ക് പിന്നോട്ടല്ല, നീ മുന്നോട്ടാണ്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, മുന്നോട്ട്. കേട്ടില്ല, ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറ, മുന്നോട്ട്. മാർച്ചിങ് ഫോർവേഡ് ആർമി. സ്തോത്രം. ശലോമോന് പറ്റിയതായ അവസ്ഥ, അവൻ മിസ്രൈമിലേക്ക് പിന്നോട്ട് പോയി. വിഗ്രഹാരാധന. 2 സ്തോത്രം, മിസ്രൈമിലേക്ക് പിന്നോട്ട് പോയി. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, 1 രാജാക്കന്മാർ 10:27 വായിക്കുമ്പോൾ, 1 രാജാക്കന്മാർ 10:27 വായിക്കുമ്പോൾ, രാജാവ് യെരൂശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ല് പോലെയും, വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ല് പോലെയും, ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയും ആക്കി. അയ്യോ കർത്താവേ, help me Holy Spirit. സ്തോത്രം. It's a long thing, it's a long subject.
സ്തോത്രം. രാജാവ് യെരുശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ല് പോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയും ആക്കി. സ്തോത്രം. രാജാവ് യെരുശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ല് പോലെയാ. പുറത്തിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ആ തറയിൽ കല്ല് കണ്ടവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കല്ല് കണ്ടവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കല്ല് കണ്ടിട്ടില്ലയോ? ഹല്ലേലൂയ, സ്തോത്രം. യേസ്, അതുപോലെയായിരുന്നു ശലോമോന്റെ കാലത്ത് വെള്ളി. പക്ഷെ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, വെള്ളിയെക്കുറിച്ചല്ലായിരുന്നല്ലോ എഴുതേണ്ടത്, പൊന്നിനെ കുറിച്ചായിരുന്നല്ലോ എഴുതേണ്ടത്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പൊന്നെന്ന് പറഞ്ഞാൽ ഡിവിനിറ്റി, ഡിവിനിറ്റി. പൊന്നെന്ന് പറഞ്ഞാൽ ഡിവിനിറ്റി. വെള്ളി എന്ന് പറഞ്ഞാൽ റിഡംഷൻ, വീണ്ടെടുപ്പ്. വെള്ളി എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്. അവൻ വീണ്ടെടുപ്പിനെ ഗണ്യമാക്കിയില്ല. അവൻ രക്ഷിക്കപ്പെട്ട വീണ്ടെടുപ്പിനെ അവൻ ഗണ്യമാക്കിയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, സ്തോത്രം, ആഖാന്റെ കാര്യം. ആഖാൻ, സ്തോത്രം. ആഖാൻ പറഞ്ഞാട്ടെ, ആഖാൻ. സ്തോത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആഖാൻ. യെസ്, ആഖാൻ, സ്തോത്രം. ആഖാൻ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഖാൻ തൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ ബാബിലോൺ അങ്കിയും മറ്റും കുഴിച്ചിട്ടു. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വെള്ളി ഏറ്റവും അടിയിലായിരുന്നു. സ്തോത്രം. അപ്പോൾ പോരാട്ടം പൊന്നിന്മേലല്ല, പോരാട്ടം വെള്ളിയുടെ മേലാണ്. വെള്ളി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവനെന്ന് തിരിച്ചറിയാനേ കഴിയത്തില്ല. ആ ലെവലിൽ അവൻ ധനം കൊണ്ടങ്ങ് മൂടി, ധനത്തിന് പ്രാധാന്യം കൊടുത്തു. രക്ഷിക്കപ്പെട്ടവരെന്ന് കണ്ടാലേ അറിയത്തില്ല. എൻ്റെ വാ തുറന്നാലേ പണത്തെക്കുറിച്ചേ സംസാരിക്കത്തുള്ളൂ, കൈ കൊടുത്താലേ കാപ്പണം കിട്ടണമെന്നേ ചിന്തിക്കത്തുള്ളൂ. സ്തോത്രം. പണത്തിന് വേണ്ടിയായി അവൻ്റെ ജീവിതം. അവൻ എപ്പോഴും, സ്തോത്രം, തൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഇതാണ്: എങ്ങനെ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ കുറച്ചുകൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാം, എങ്ങനെ കുറച്ചുകൂടെ സമ്പത്തുണ്ടാക്കാം. സ്തോത്രം. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം തന്നെ, അവൻ ജീവിക്കുന്നത് തന്നെ ശ്വസിക്കാനല്ല, അവൻ ജീവിക്കുന്നത് തന്നെ പണത്തിന് വേണ്ടിയായി. അപ്പോഴെന്തായി? വെള്ളിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, തൊട്ടടുത്ത് പറയുന്നു ദേവദാരു വൃക്ഷമാണ് ദേവാലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ കാട്ടത്തി പോലെയാക്കിയെന്ന്. കാട്ടത്തി. എന്താ കാട്ടത്തിയുടെ പ്രത്യേകത? ഫലമില്ലാത്തതാണ് കാട്ടത്തി. സ്തോത്രം. കാട്ടത്തിയിൽ കടവാവൽ പോലും, സ്തോത്രം, കയറിയിരിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സക്കായെ, നീ വേഗം ഇറങ്ങി വാ. സ്തോത്രം. കാട്ടത്തിയിലാണ് പുള്ളി കയറിയിരുന്നത്. മാനസാന്തരപ്പെടാത്തവൻ്റെ താവളമാണ്, സ്തോത്രം, കാട്ടത്തി. രക്ഷിക്കപ്പെട്ടതിന് യാതൊരു ഐഡിയയും ഇല്ല. എൻ്റെ ഉള്ളിലുള്ളതായ ഹൃദയത്തുടിപ്പ് തന്നെ പണം, ധനം എന്ന്, സ്തോത്രം, ചിന്തിക്കുന്ന ക്രമത്തിൽ, സ്തോത്രം, അവൻ ധനത്തിൻ്റെ പിന്നാലെ കൂടി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അല്പം കിട്ടിയപ്പോൾ പിന്നെ കൂടുതൽ കിട്ടണമെന്നുള്ള ഒരു ധനാർത്ഥി സോളമനിൽ വർക്കൗട്ട് ചെയ്ത്, അല്പം കിട്ടിയാൽ കുറച്ചുകൂടെ കിട്ടണം, ജഡാസക്തി പോലെ പണാസക്തി. വീണ്ടും ആവർത്തിക്കട്ടെ, ജഡ ആസക്തി പോലെ പണ ആസക്തി. സ്തോത്രം. അത് ജഡത്തിന്റെ ആസക്തി പോലെ. സ്തോത്രം. കർത്താവ് യേശു ആ പെൺപിള്ളയോട് ചോദിച്ചു, നിനക്ക് എത്ര ഭക്താക്കന്മാരുണ്ട്? ഇല്ല. 1 2 3 4 5 എന്നാണ് പുള്ളിക്കാരി യഥാർത്ഥത്തിൽ കൈ ഉയർത്തി പറഞ്ഞത്. സ്തോത്രം. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ അയ്യോ ഇല്ലെന്നാണ്. അതാണ് മോഹം. 1 more boyfriend, 1 more girlfriend, 1 more boyfriend, 1 more girlfriend, 1 more boyfriend. സ്തോത്രം. ജഡാസക്തി പോലെ പണാസക്തി. കുറച്ചുകൂടെ ധനം, കുറച്ചുകൂടെ. നേരെ തിരിച്ചു പറയട്ടെ, സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വന്ന് ഒന്ന് വിട്ടാൽ പിന്നെ ബാക്കി വിടാനായിട്ട് ഒരു പ്രയാസമില്ല. ഞാൻ പറയുന്നതിന് വളരെ ബിബ്ലിക്കൽ ബേസ് ഉണ്ട്. ഉദാഹരണമായി അബ്രഹാമിലേക്ക് നോക്കിയാട്ടെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഇസ്മായിലിനെ നീ പുറത്താക്കുക. ഇസ്മായിലിനെ അവൻ പുറത്താക്കി. ഇസ്മായിലിനെ പുറത്താക്കി കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇസഹാക്കിനെ കൊണ്ടുപോയി യാഗമാക്ക്. അബ്രഹാം ഒരു ചുളിപ്പുമില്ലാതെ, ഒരു ഉളിപ്പുമില്ലാതെ, സ്തോത്രം, വാ ചേർക്ക, വാ, കുറച്ച് സ്തോത്ര വിറകും കൂടെ എടുക്കുക, നമുക്ക് അവിടെ പോയി ആരാധനയ്ക്ക് പോവാം എന്ന് പറഞ്ഞ് അബ്രഹാം ഇതാ പോവുകയാണ്. സ്തോത്രം. വളരെ ഈസി. അബ്രഹാം പോവുകയാണ്. കാര്യം എന്താണ്? സ്തോത്രം. ഒന്ന് വിട്ടപ്പോൾ സ്തോത്രം, പിന്നെ മറ്റത് വിടാനായിട്ട് വലിയ ദുഃഖം തോന്നിയില്ല. വിട്ടാലല്ലേ ഇതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒന്ന് വിട്ടാൽ പിന്നെ ബാക്കി വിട്ടാൽ അവന് സ്തോത്രം. ഒരു ദൈവദാസന് 13 പ്രാവശ്യം അടികൊണ്ട് 13 പ്രാവശ്യം അടികൊണ്ടതായ ഒരു ദൈവദാസനെ ഞാൻ കോയമ്പത്തൂർ വെച്ച് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ, സ്തോത്രം, ഇത് എല്ലാ പ്രാവശ്യവും അടികൊള്ളുമ്പോൾ സ്തോത്രം ഭയങ്കര വേദനയായിരിക്കത്തില്ലേ? പുള്ളി എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ബ്രദറെ, ആദ്യം കൊണ്ടപ്പോഴേ വേദന ഉണ്ടായിരുന്നുള്ളൂ.
ആദ്യം കൊണ്ടപ്പോഴേ വേദന ഉണ്ടായിരുന്നു, പിന്നെ സ്തോത്രം അത് ആദ്യം ഏതായാലും കിട്ടിയല്ലോ, പിന്നെ സ്തോത്രം അത് സാരമില്ല എന്ന ക്രമത്തിൽ എന്ന പോലെ കേൾക്കണമേ. ഒന്ന് കിട്ടിയപ്പോൾ പിന്നെ സ്തോത്രം കുറച്ച് ശലോമോന് ദൈവം തൻ്റെ ധനം നൽകിയപ്പോൾ സ്തോത്രം ആ ധനത്തിൻ്റെ പിന്നാലെ അവനായി. ഇന്ന് പകൽക്കാലം ആരോടോ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഒരിക്കൽ നിനക്കൊന്നും ഇല്ലായിരുന്നു, വളരെ ശ്രദ്ധിക്കുക, ഒരിക്കൽ നിനക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ചിലത് കർത്താവ് തന്നപ്പോൾ അന്നത്തെ പ്രാർത്ഥന, അന്നത്തെ വിശ്വാസം, അന്നത്തെ ആരാധന, അന്നത്തെ ആത്മീയ ചൂട് അത് മാറിയിട്ട് നിന്റെ സ്തോത്രം ലക്ഷ്യം, നിന്റെ ഹൃദയം ആ ധനത്തിൽ ഉടക്കി കിടക്കുന്നു എങ്കിൽ മതി, ഒത്തു, നിനക്ക് ഒരിക്കലും ഈ അനുഗ്രഹത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല. കേൾക്കണം, കാരണം തിരുവചനത്തിൽ കർത്താവ് യേശു ഈ പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപം ബാങ്കിലല്ല, നിങ്ങളുടെ നിക്ഷേപം പേഴ്സിലല്ല, നിങ്ങളുടെ നിക്ഷേപം ഹൃദയത്തിൽ അത്രേ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ഓ സ്തോത്രം, ഇതേ ശലോമോനെ, നിന്റെ മുൻപിൽ ഇതാ സ്തോത്രം പണം കുന്നുകൂടുകയാണ്. ഏഷ്യയുടെ രാജാക്കന്മാർ സമാനമായി ക്യൂ നിൽക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് അങ്ങ് ദൂരെയുള്ള ഷേബ രാജ്ഞി നിന്നെ തേടി വരുന്നു. യൂറോപ്പിന്റെ വലിയ സ്തോത്ര മഹത്വം നിന്റെ അടുക്കലേക്ക് വരുന്നു. അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല, ഓസ്ട്രേലിയ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചിട്ടുള്ള സകല ഭൂഖണ്ഡങ്ങളിൽ നിന്നും സകല രാജ്യങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സ്തോത്രം അതേ ദാസനാകുന്ന ദൈവവും കൽപ്പിച്ചാക്കിയ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറച്ച ശലോമോനെ തേടി മഹത്വം കടന്നു വരികയാണ്. ശലോമോനെ, നിന്റെ ബുദ്ധി കൊണ്ടല്ല ഇത് നിന്റെ മുമ്പിൽ വരുന്നത്, നിന്റെ അപ്പന്റെ കഴിഞ്ഞ തലമുറയിലെ മസിൽ പവർ കൊണ്ടല്ല ഇത് വരുന്നത്. വളരെ ശ്രദ്ധിക്കുക, ഈ ധനം ഇന്നും നിന്റെ മുൻപിൽ വരുന്നതിൻ്റെ റീസൺ നിന്റെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്വമാണ്. നിന്റെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്വമാണ്, ആലയത്തിലെ മഹത്വമാണ് നിന്റെ അടുക്കൽ എന്തെങ്കിലും കൊണ്ടുവരുന്നത്. ഇന്ന് പകൽ മനസ്സിലാക്കാൻ, നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് നിന്റെ സമ്പത്തല്ല, നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് സ്തോത്രം നിന്റെ ആലയത്തിലെ മഹത്വം. ശത്രു ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിന്റെ പേഴ്സിനെ പോക്കറ്റ് അടിക്കുക എന്നല്ല, അങ്ങനെയെങ്കിൽ വേറെ പേഴ്സ് കിട്ടും. സ്തോത്രം നിന്റെ സമ്പത്തിനെ കൊണ്ടുപോകുക എന്നല്ല, അങ്ങനെയെങ്കിൽ വേറെ സമ്പത്തുണ്ടാകും. പക്ഷെ നിന്റെ നിന്റെ നിക്ഷേപത്തെ തകർക്കുക എന്നുള്ളത്. ഹേ ദൈവമക്കളെ, എന്താ നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത്? നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് ഭൗതികമല്ല, നിന്റെ നിക്ഷേപം ആത്മീയമാണ്. നിന്റെ ഹൃദയം സ്തോത്രം സമ്പത്തിൽ ആകരുത്, നിന്റെ ഹൃദയം ദൈവത്തിൽ ആകട്ടെ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. സ്തോത്രം. ആത്മീയ മണ്ഡലം എവിടെയുണ്ടോ അവിടെ നിശ്ചയമായി ഭൗതികമായ സൂപ്പർ നാച്ചുറലി ദൈവിക റിസോഴ്സുകൾ തുറക്കുക തന്നെ ചെയ്യും. സ്തോത്രം. മുൻപ് ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് സർവീസിന് ഞാൻ പറയുകയുണ്ടായി, ഗുൽ കൃപലാനി എന്ന് പേരുള്ളതായ വലിയൊരു ഇന്റർനാഷണൽ ബിസിനസ്സുകാരൻ മുംബൈയിലുണ്ട്. സ്തോത്രം. അതേ ജാതിത്വ മണ്ഡലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗോസ്പൽ മീറ്റിംഗ് ക്രമീകരിപ്പാൻ, കോർഡിനേറ്റ് ചെയ്യുവാൻ ഗുൽ കൃപലാനിയെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്ത് ബലപ്പെടുത്തിയുണ്ടായി. ബെന്നിഹിൻ ക്രൂസേഡ് നടത്തിയത് ഗുൽ കൃപലാനിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം അദ്ദേഹം തൻ്റെ ഇന്റർനാഷണൽ തൻ്റെ ഓഫീസിലേക്ക് പോകാതെ സ്തോത്രം 9 മാസം ബെന്നിഹിൻ ക്രൂസേഡിന് വേണ്ടി താൻ ഓടി നടന്നു. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയതായ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. TBN, ഗോഡ് ചാനൽ, ഡേ സ്റ്റാർ തുടങ്ങിയ എല്ലാ ക്രിസ്ത്യൻ നെറ്റ്വർക്കുകളും മാസങ്ങൾ ആ മീറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിട്ടിരുന്നു. സ്തോത്രം. ലക്ഷോപലക്ഷങ്ങൾ മുംബൈ പട്ടണത്തെ സ്തോത്രം ട്രാഫിക് നിശ്ചലമാക്കുന്ന ക്രമത്തിൽ സ്തോത്രം ആ മീറ്റിംഗ് സ്തോത്രം അതെ അത്ഭുതകരമായി ക്രമീകരിക്കപ്പെടുകയാണ്. മേ ബി നിങ്ങൾ ആരൊക്കെയോ ഒരുപക്ഷെ ആ മീറ്റിങ്ങിന് കടന്നു പോയിരിക്കും. ഗുൽ കൃപലാനി എന്ന് പറയുന്ന മനുഷ്യൻ 9 മാസം തൻ്റെ സ്തോത്രം ഓഫീസിൽ പോകാതെ ആ മീറ്റിങ്ങിന്റെ പിന്നാലെയായി. 9 മാസം ഒരു മനുഷ്യന് ഒരു ഓഫീസിൽ പോകുന്നതിനാൽ ആ ബിസിനസ് എങ്ങനെയായിരിക്കും? അത് നിശ്ചയമായി തകർന്നിരിക്കും, അല്ലെങ്കിൽ മന്ദഗതിയിൽ ആയിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ധനത്തിന് വേണ്ടിയല്ല നിൽക്കേണ്ടത്, നീ ദാനത്തിന് വേണ്ടിയല്ല നിൽക്കേണ്ടത്. നീ സ്തോത്രം അതേ ദാതാവായ ദൈവത്തിന് വേണ്ടി നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ നീ 40 വർഷം കൊണ്ട് നേടേണ്ടത് 40 വർഷം കൊണ്ട് നേടേണ്ടത് ഒറ്റ മാസം കൊണ്ട് നിന്റെ അക്കൗണ്ടിൽ എത്തിപ്പാൻ ദൈവം ശക്തനാണ്.
അത് സംഭവിച്ചു. ഗുൽകർപ്ലാനിയുടെ മകൾ ഒരു ദിവസം സ്തോത്രം യൂണിവേഴ്സിറ്റി പഠിക്കുന്ന, അമേരിക്കയിൽ പഠിക്കുന്നവൾ സ്തോത്രം ഫുഡ് എടുത്തിട്ട് തൻ്റെ ക്യാൻറ്റീനിൽ ഒരു സ്തോത്രം ടേബിൾ വന്നിരുന്ന് കഴിക്കുക. ഒരു അമേരിക്കക്കാരി ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ക്യാൻ ഐ ഷെയർ ദിസ് ടേബിൾ വിത്ത് യു? ഓക്കെ, ഞാനും ഇരുന്നോട്ടെ. അവളും ഇരുന്നു, സംസാരിച്ചു തുടങ്ങി. ഉടനെ ചോദിച്ചു, സ്തോത്രം ഐ തിങ്ക് യു ആർ ഫ്രം ഏഷ്യ. അവൾ പറഞ്ഞു, യെസ് ഐ ആം ഫ്രം ഇന്ത്യ. സ്തോത്രം. ഉടനെ അവൾ തിരിച്ചു പറഞ്ഞു, ഓ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഒരു ഭയങ്കര ഒരു പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഞങ്ങൾ കുടുംബമായി വാച്ച് ചെയ്യായിരുന്നു. അവൾ വിചാരിച്ചു വല്ല സ്തോത്രം ഗീർവനത്തിലെ പുലിയോ എലിയോ വല്ലതും ആയിരിക്കും. അവൾ പറഞ്ഞു, വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാം? അവൾ പറഞ്ഞു, സ്തോത്രം അതേ ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ് മുംബൈയിൽ നടന്നത്. ഉടനെ അവൾ തിരിച്ചു പറഞ്ഞു, എൻ്റെ അപ്പൻ ഗുൽകർപ്ലാനിയാണത് കോർഡിനേറ്റ് ചെയ്തത്. എല്ലാ ദിവസവും രാവിലെ പാസ്റ്റർ ബെന്നിഹിനെ എൻ്റെ പിതാവുമായി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സ്തോത്രം ആ മീറ്റിങ്ങിന് വേണ്ടി വൈകിട്ട് ബെന്നിഹിൻ പാസ്റ്റർ എഴുന്നേറ്റ് നിന്നത്. അവൾ ഞെട്ടി. അവൾ പറഞ്ഞു, അയ്യോ നിന്റെ അപ്പനാണോ അത്ര വലിയ ഹിസ്റ്റോറിക്കായ ഭയങ്കര മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തത്? അവൾ പറഞ്ഞു, സ്തോത്രം എൻ്റെ അപ്പൻ എപ്പോഴും ആ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു, എൻ്റെ അപ്പൻ ഇന്ന ബിസിനസ് ചെയ്യുന്നു. ഉടനെ ഇന്ത്യക്കാരിയായ അവൾ പറഞ്ഞു, ഓ നിന്റെ അപ്പൻ ഇന്ന ബിസിനസ് ചെയ്യുന്നു, ഈ കമ്പനിയെ കുറിച്ചും നിന്റെ അപ്പനെ കുറിച്ചും എൻ്റെ അപ്പൻ ഭയങ്കരമായി പറയാറുണ്ട്. വർഷങ്ങളായി 10-12 വർഷമായി നിന്റെ അപ്പൻ്റെ ഒരു സ്തോത്രം അപ്പോയിന്റ് വേണ്ടി എൻ്റെ പിതാവ് ഗുൽകർപ്ലാനി ഓടി നടന്നിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഈ അമേരിക്കക്കാരൻ്റെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി സ്തോത്രം എൻ്റെ പിതാവ് ഗുൽകർപ്ലാനി ഓടി നടന്നിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഉടനെ അമേരിക്കക്കാരി പ്രകാരം പറഞ്ഞു, നോ പ്രോബ്ലം, അടുത്ത പ്രാവശ്യം നിന്റെ പിതാവ് എപ്പോഴാണ് വരുന്നത്? സ്തോത്രം ഇറ്റ് ഈസ് സെറ്റ്. എൻ്റെ സ്തോത്രം പിതാവിനെ കണ്ടിട്ട് മാത്രമേ അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ചുരുക്കി പറയട്ടെ, ആ ടേബിൾ വെച്ച് അവർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച ഗുൽകർപ്ലാനി അമേരിക്കയിൽ പറന്നിറങ്ങി ആ മനുഷ്യനുമായി ബിസിനസ് ഡീൽ ചെയ്ത് തലമുറ ചെയ്താലും തീരാത്ത ബിസിനസ് സ്തോത്രം ദൈവത്തിന് കൃപയാൽ സെറ്റ് ചെയ്തു. അർത്ഥം, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. എനിക്ക് കാണണം 40 വർഷം കൊണ്ട് മറ്റുള്ളവർ നേടിയത് ബ്രദർ 6 മാസം കൊണ്ട് ദൈവം തന്നു എന്ന് പറയുന്ന ചില ടെസ്റ്റിമണീസ് എനിക്കിതിനകത്ത് നിന്ന് കേൾക്കണം. സ്തോത്രം. ചിലർ ആ ഒരു തലമുറ കൊണ്ട് ചിലർ നേടിയത് ഒറ്റ വർഷം കൊണ്ട് ദൈവം എനിക്ക് തന്നു എന്ന് പറയുന്ന സാക്ഷ്യം ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ നിന്ന് സ്തോത്രം ദൈവകൃപയിൽ ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ജ്ഞാനം, അതിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ മാൻ പവർ, അതിന്റെ മണി റിസോഴ്സസ് യേശുവിൻ നാമത്തിൽ ഈ ജനത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടാകട്ടെ. പകരം കർത്താവ് ഇന്ന് പകരം ചോദിക്കുന്ന, മക്കളെ നിന്റെ പേഴ്സ് താ, ഞാൻ നിറച്ചു തരാമെന്നല്ല, നിന്റെ അക്കൗണ്ട് IFC കോഡ് വഴി എനിക്ക് ഇങ്ങോട്ട് സ്തോത്രം അയച്ചതാ എന്നല്ല ദൈവം പറയുന്നത്. കർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയം എനിക്കതാ, നിന്റെ ഹൃദയം എനിക്കതാ, നിന്റെ ഹൃദയം എനിക്കതാ. ഞാൻ നിന്റെ ജീവിതത്തെ നിറയ്ക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ എന്നെ നിറയ്ക്ക, നിന്റെ ജീവിതത്തെ ഞാൻ നിറയ്ക്കട്ടെ. യെസ്, നിന്റെ ഹൃദയത്തെ എന്നെ നിറയ്ക്ക്. സ്തോത്രം. നിന്റെ ജീവിതത്തെ ഞാൻ നിറയ്ക്കട്ടെ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. 1 വിഗ്രഹാരാധന. നമ്പർ 2 സ്തോത്രം മിസ്രൈമിലേക്ക് പിന്നിലേക്ക് താൻ ഇറങ്ങിപ്പോയി. 3 തൻ്റെ ധന ആഗ്രഹം. 4 സ്തോത്രം. അവസാനമായി ഞാൻ നിർത്തട്ടെ. സ്തോത്രം 4-ാമത് 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നിൽ വെളിപ്പെട്ടതായ ജഡത്തിന്റെ അതിപ്രസരണം, തന്നിൽ വെളിപ്പെട്ടതായ സ്തോത്രം the lust of the flesh. 3-ാം വാക്യം വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 11:3 വായിക്കുമ്പോൾ 700 കുലീന പത്നികളും 300 വൈപ്പാട്ടികളും ഉണ്ടായിരുന്നു. സൊലോമോന്റെ കാര്യമാണ് വായിക്കുന്നത്. സോളമൻ ദ ഗ്രേറ്റ്. 700 കുലീന പത്നികളും സ്തോത്രം 300 വൈപ്പാട്ടികളും. ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ലല്ലോ. 700 കുലീന പത്നികളും 700 ഭാര്യമാരും സ്തോത്രം 300 വൈപ്പാട്ടികളും. സ്തോത്രം. 700 പത്നികളും 300 വൈപ്പാട്ടികളും. ആരും മിണ്ടുന്നില്ല. കർത്താവെ പേടിച്ചോ? ഒന്നിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ പുള്ളി എങ്ങനെ സർവൈവ് ചെയ്തെന്ന് പലരും ദയനീയമായി സ്തോത്രം തുറച്ചു നോക്കുന്നത്. 700 പത്നികളും 300 വൈപ്പാട്ടികളും. പക്ഷെ അതിൽ ഒന്നുപോലും സഹോദരങ്ങളെ, അതിൽ ഒന്നുപോലും ദൈവം ഉണ്ടായിരുന്നത് ഒന്നുപോലും ഇല്ല. ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒന്നുപോലും ഇല്ല. പകരം ഈ 700 പത്നികളും 300 വൈപ്പാട്ടികളും സകലരും അന്യ ദൈവങ്ങളിലേക്ക് തൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടെ തൻ്റെ ഹൃദയത്തെ, ശലോമോന്റെ ഹൃദയത്തെ അന്യ ദൈവങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയതായ സ്തോത്രം 700 പത്നികളും 300 വൈപ്പാട്ടികൾ. സ്തോത്രം. അവൻ്റെ ഹൃദയത്തെ സ്തോത്രം അന്യ ദൈവങ്ങൾ
ഹൃദയങ്ങളിലേക്ക് വശീകരിച്ച്. നിങ്ങൾ ചോദിക്കും, അങ്കിൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയട്ടെ. ഒരു വടംവലി നടക്കുക, ഒരു വടംവലി ഓണക്കാലത്തല്ല, ക്രൈസ്റ്റ് സെന്ററിന്റെ സെക്കൻഡ് സർവീസ് വിമൻ സെന്ററിൽ ഒരു വടംവലിയുടെ മത്സരം ഇതാ ഹൃദയ കണ്ണുകൾ തുറന്ന് കാണുകയാണ്, മനക്കണ്ണുകൾ തുറന്ന് കാണുകയാണ്. ഒരു വശത്ത് 700 പത്നികളും 300 വൈപ്പാട്ടികളും എന്ന് പറഞ്ഞാൽ 700 + 300 = 1000 പെണ്ണുങ്ങൾ. ആ സ്തോത്രം, അതെ, വടത്തിന്റെ ഒരറ്റത്ത് അങ്ങോട്ട് വലിക്കുമ്പോൾ പാവം ഒരു മഹാരാജാവ് മാത്രം ഇങ്ങേറ്റത്ത് പിടിക്കടാ പിടി. സ്തോത്രം, ആര് ജയിക്കും? ഒരറ്റത്ത് 1000 പെണ്ണുങ്ങൾ, ഒരു വശത്ത് സ്തോത്രം, അതെ, ഒരു മഹാരാജാവ്. അവനെ കൂടെ വലിച്ചെടുത്ത് അവളുമാര് അന്യ ദൈവങ്ങളെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം ഒരു വാർണിംഗ് ഞാൻ പറയട്ടെ. സ്തോത്രം, കുടുംബം എന്ന് പറയുന്നത്, നിന്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് നിന്റെ ദൈവത്തിൽ നിന്ന് നിന്നെ പൊളിക്കുന്നതല്ല, നിന്നെ ദൈവത്തിന്റെ കൃപയാൽ പണിയുന്നതായിരിക്കണം. സ്തോത്രം, പൊളിക്കുന്നതല്ല, പണിയുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും അങ്കിളെ, ബ്രദർ സുരേഷ് ബാബു, ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും? ഇല്ലെങ്കിൽ സ്തോത്രം, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണമായിരിക്കും നിന്റെ വീട്ടിൽ നടക്കുന്നത്. യു ആർ സ്റ്റേയിങ് വിത്ത് എ സ്പിരിച്വൽ ടെററിസ്റ്റ്. നീ ഒരു ആത്മീയ തീവ്രവാദിയോട് കൂടിയായിരിക്കും നിന്റെ വീട്ടിൽ പാർക്കുന്നത്. നീ വേദപുസ്തകം തുറക്കുമ്പോഴാണ് അപ്രതത സ്തോത്രം സീരിയൽ ആരംഭിക്കുന്നത്. നീ ഇപ്പോൾ സ്തോത്രം മുട്ടുമടക്കി ഇവിടെ ഇരുന്ന് ആത്മനവരാൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തെ ടിവിയിലൂടെ നടിയെ 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 എന്ന് പറഞ്ഞ് സ്തോത്രം, അതേ, വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആലയത്തിൽ ഇറങ്ങിയതായ ദൈവത്തിന്റെ മഹത്വം തിരുവനന്തപുരത്തും നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലെ ഇറങ്ങി നിൽക്കുക. ആലയത്തിൽ ഇറങ്ങിയതായ മഹത്വം നിന്റെ മേലും ജനിച്ച സന്താനങ്ങളുടെ മേലും ജനിപ്പാൻ ഇരിക്കുന്നതിന്റെ മേലെ ഇറങ്ങി നിൽക്കുവാൻ. Come on, come on, come on. ഒരുമിച്ച് മുട്ടുമടക്ക്, ഒരുമിച്ച് പാട്ടെടുക്ക്, ഒരുമിച്ച് പ്രാർത്ഥിക്ക്, ഒരുമിച്ച് വായു തുറക്ക്, ഒരുമിച്ച് സ്തോത്രം പറ. വിശ്വസിക്കുന്ന 2 കരങ്ങൾ അടിച്ച് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് വിശ്വാസമുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ഒരു വിശ്വാസിയെങ്കിൽ വിശ്വാസിയെ മാത്രമേ നിനക്ക് വിവാഹം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലാതെ സ്തോത്രം, അതെ, ഓ രാവിലെ അവിടെ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വരാം, നടക്കത്തില്ല മക്കളെ. 2 യജമാനന്മാരെ ആർക്കും ഒരുമിച്ച് സേവിപ്പാൻ കഴിയത്തേ ഇല്ല. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. വേദപുസ്തകം പറയുന്നു, ആഹാബ് എന്ന് പറയുന്ന രാജാവ് ഇസബേലിനെ എന്ന് കെട്ടിയോ അന്ന് രാജ്യം ശമരിയുടെ ക്ലൈമറ്റ് മാറി. നീ ഒരു വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയെ മാത്രമേ നിനക്ക് വിവാഹം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ല, നിനക്കൊരു വിളിയും തിരഞ്ഞെടുപ്പുമുണ്ട്. നീ ഒരു ദൈവത്തിന്റെ ദാസനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എങ്കിൽ, നിന്നെ ഒരു ദൈവത്തിന്റെ ദാസിയായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എങ്കിൽ, സെക്കൻഡ് സർവീസിന് 4 മാത്രം കയറി വന്ന് പഴയ 10 രൂപ കാണിക്കയിടുന്നതായ അന്തർവാഹിനി ക്രിസ്ത്യാനിയെ നിനക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ കഴിയത്തില്ല. നിനക്കൊരു വിളിയും നിനക്കൊരു തിരഞ്ഞെടുപ്പുമുണ്ടെങ്കിൽ, നിന്നെ പോലെ വിളിയും തിരഞ്ഞെടുപ്പുമുള്ളതായ ഒരു വ്യക്തിയെ മാത്രമേ നിനക്ക് വിവാഹം ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്ന് തിരുവചനം വളരെ കൃത്യമായി പറയുന്നു. സ്തോത്രം, തിരുവചനം പറയുന്നു. അതെ, 700 പത്നിമാർ, സ്തോത്രം, 300 വൈപ്പാട്ടികൾ, 700 പത്നികൾ, 300 വൈപ്പാട്ടികൾ. ജഡം സ്തോത്രം ശലോമോനെ തകർത്ത് കളഞ്ഞു. ഭാഗ്യം. 700 പത്നികൾ, സ്തോത്രം, 300 വൈപ്പാട്ടികൾ. ജഡം അവനെ തകർത്ത് കളഞ്ഞു. സ്തോത്രം, അതുകൊണ്ട് അവന്റെ ആരംഭം കൊള്ളാം, പക്ഷെ അവന്റെ അവസാനം മോശമായി. ജഡം നിനക്കുണ്ടെങ്കിൽ, നീ സമ്പത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ, സ്തോത്രം, നീ ലോകത്തിലേക്ക് വഴുതി പോകുന്നു എങ്കിൽ, അന്യാരാധന നിന്റെ മേലുണ്ടെങ്കിൽ, മിണ്ടുന്നില്ല, സ്തോത്രം, അന്യാരാധന നിനക്കുണ്ടെങ്കിൽ, ലോകത്തിലേക്ക് നീ വഴുതി മാറുന്നു എങ്കിൽ, സമ്പത്തിൽ നീ ആശ്രയിക്കുന്നു എങ്കിൽ, സ്തോത്രം, അതെ, ജഡത്തിന്റെ പിന്നാലെ നീ ആകുന്നു എങ്കിൽ, നിന്റെ മഹത്വം എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. അവസാനം ജീവിതത്തിന്റെ സന്ധ്യാവേളയിൽ ശലോമോൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പറയുന്നു, സകലത്ത് മായ മായ. വിലപിക്കുകയാണ്, വിലപിക്കുകയാണ്. എന്റെ നല്ല കാലം പോയി, എന്റെ നല്ല സമയം പോയി, എന്റെ നല്ല സന്ദർഭം പോയി, എന്റെ നല്ല സീസൺ പോയി. എന്നാൽ ഇന്ന് പകൽ പുതിയ നിയമത്തിന്റെ സഭ പറയട്ടെ, എന്റെ നല്ല കാലം പോയിട്ടില്ല, എന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ, എന്റെ നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ, എന്റെ നല്ല സന്ദർഭം വരാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ നല്ല കാലം പിൻപിലല്ല, എന്റെ നല്ല കാലം മുൻപിലാണ്.
വിദ്യാർത്ഥികളെ, നിന്റെ നല്ല ബുദ്ധി വരാൻ പോകുന്നതേ ഉള്ളൂ. മക്കളെ, നല്ല റെക്കോർഡ് വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ല പ്രോജക്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ബിസിനസ് ഡീൽ വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ശുശ്രൂഷ, നല്ല കോൺഫറൻസ്, നല്ല ക്രൂസൈഡ്, നല്ല വേ, നല്ല ഡോർ, നല്ല ഉത്തമമായ വഴികൾ അത് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. 3 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ, എൻ്റെ നല്ല കാലം മുൻപിലാണ്. പറഞ്ഞോട്ടെ, എൻ്റെ നല്ല കാലം മുൻപിലാണ്. എൻ്റെ നല്ല കാലം മുൻപിലാണ്. എൻ്റെ നല്ല കാലം മുൻപിലാണ്. 1999 ലോക്കൽഹോമ സിറ്റിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് സ്തോത്രം, ഒരു മീറ്റിംഗ് 3 ദിവസം സ്തോത്രം, അന്യഗ്രഹ ജീവിയെ പോലെ ഒരു പാസ്റ്റർ എന്നെ തുറച്ചു നോക്കിയിരുന്നു. 3 ദിവസം സ്തോത്രം. അതെ, ആരെങ്കിലും തുറച്ചു നോക്കുന്നത് മനസ്സിലാക്കണം, എന്തോ കുഴപ്പമുണ്ട്. സ്തോത്രം, എനിക്കല്ല ആ നോക്കുന്നവന്. മീറ്റിംഗ് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ വന്നിട്ട് ഈ പ്രകാരം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു പറഞ്ഞു, ബ്രദറെ 42 വയസ്സ് വരെ എങ്ങനെയാ പോകും? 42 വയസ്സാകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും. ഞാൻ ചോദിച്ചു, ആരെ കാര്യമായി പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു, നിനക്കും അങ്ങനെ. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഇപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, 42 വയസ്സ് വരെ ഇങ്ങനെ പോകും, പിന്നെ തൊലയുമെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. പുള്ളിക്കങ്ങ് ആവേശമായി. ആര് പറഞ്ഞു? ഞാൻ എൻ്റെ ഉണ്ട കണ്ണ് മുടിപ്പിച്ച് പ്രകാരം പറഞ്ഞു, സാത്താൻ. നീ തൊലയുമെന്ന് പറഞ്ഞത് സാത്താൻ. നീ മുടിയുമെന്ന് പറഞ്ഞത് സാത്താൻ. നീ ഉടയുമെന്ന് പറഞ്ഞത് സാത്താൻ. നീ തകരുമെന്ന് പറഞ്ഞത് സാത്താൻ. നിന്റെ ശുശ്രൂഷ പൂട്ടുമെന്ന് പറഞ്ഞത് സാത്താൻ. നിന്നെ നാണം കെടുത്തുമെന്ന് പറഞ്ഞ സാത്താൻ, യേശുവിന്റെ നാമത്തിൽ. എന്നാൽ മറുവശത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഓപ്പറേഷൻ വീണ്ടും വരും, ആ ഹോസ്പിറ്റലൈസേഷൻ വീണ്ടും വരും, ആ മരുന്ന് വീണ്ടും തിരിച്ചു വരും, ആ കണ്ണുനീര് വീണ്ടും ഉണ്ടാകും, ആ പ്രശ്നം വീണ്ടും കടന്നു വരും, ആ പരാജയം ഒരിക്കൽ കൂടെ തുറച്ചു നോക്കും എന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, അതെ, ആ പൊടിയെ കൊടഞ്ഞു കളഞ്ഞോട്ടെ. കൊടഞ്ഞാൽ പോകാത്ത പൊടികളെ അടിച്ചു മാറ്റുവാൻ ഒരു കാറ്റ് ഇന്ന് പകൽ ഈ ഹാളിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്നിൽ വീശുന്നു. പകരം whom shall believe the report of the Lord? ആരെ കർത്താവിന്റെ റിപ്പോർട്ട് വിശ്വസിക്കും? The best yet to come. The best yet to come. നീ പഠിച്ചോ പഠിച്ചില്ലയോ, നിനക്ക് ജോലിയുണ്ടോ ജോലിയില്ലയോ, I don't care about your scenario and situation. യേശുവിന്റെ നാമത്തിൽ. Maybe you are thinking I am the defeated preacher, but I am the victorious prophet of tomorrow. ഞാൻ ഇന്ന് പകൽ പരാജയപ്പെട്ട പ്രാസംഗികനാണെങ്കിൽ നാളത്തേക്ക് വേണ്ടി ഞാൻ പ്രവചിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ. നിന്റെ നല്ല കാലം പിൻപിലല്ല. നാളെ കുറിച്ചുള്ള വിചാരങ്ങൾ പോകട്ടെ, നാളെ കുറിച്ചുള്ള ഭാരങ്ങൾ പോകട്ടെ, നാളെ കുറിച്ചുള്ള വ്യാകുലകൾ പോകട്ടെ, എല്ലാ ഭാരവും പോകട്ടെ. എൻ്റെ ഭാവി, എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ ജീവിതം, നാളെ കുറിച്ചുള്ള ഭാരം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കാരണം തിരുവചനം പറയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ എന്നെ ശക്തി. The latter days. Hey, what is going to happen concerned about the latter days? അടുത്ത നാളുകൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത നാളുകൾ എന്താ സംഭവിക്കുന്നത്? നമ്പർ 1, ഒന്നാമത്തെ വേദപുസ്തകം പറയുന്നു, there is going to be latter rain. സെഖരിയ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം വേദപുസ്തകം പറയുന്നു, നീ കണ്ട മഴയേക്കാൾ പെരുമഴയായി മറ്റൊരു മഴ പെയ്യാൻ വേണ്ടി പോകുന്നു. അതിന്റെ പേരാണ് പിന്മഴ. അതിന്റെ പേരാണ് പിന്മഴ. നിന്റെ പിൻപിൽ പെയ്തതല്ല പിന്മഴ, നിന്റെ മുൻപിൽ പെയ്യാൻ പോകുന്നതാണ് പിന്മഴ. പിൻപിൽ പെയ്തതല്ല, മുൻപിൽ പെയ്യാൻ പോകുന്നതാണ് പിന്മഴ. ക്രൈസ്തന്റെ രാമേൻ പറഞ്ഞാട്ടെ, പിൻപിൽ പെയ്തതല്ല, മുൻപിൽ പെയ്യാൻ പോകുന്നതാണ് പിന്മഴ. പിൻപിൽ പെയ്തതല്ല, മുൻപിൽ പെയ്യാൻ പോകുന്നതാണ് പിന്മഴ. 1900 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുൻമഴ പെയ്യുകയുണ്ടായി. വിതയ്ക്കുമ്പോൾ പെയ്യുന്നതാണ്, വിതയ്ക്കുമ്പോൾ പെയ്യുന്നതാണ് മുൻമഴ. മക്കളെ, യെരൂശലേമില്, അന്ത്യോക്യയില്, ശമരിയയില്, എഫെസോസില്, ഫിലിപ്പിയില്, തെസ്സലോനിക്കയില് രാജ്യങ്ങളെ ഇളക്കി മറിച്ച് റോമ സാമ്രാജ്യത്തെ മിണ്ടാതാക്കി. റോമ സാമ്രാജ്യത്തിന്റെ അധിപനായ സീസറിന്റെ അരമനയിൽ പോലും അന്യഭാഷ വിളിച്ചു പറയുന്ന വിശ്വാസികളെ ഒരുക്കിയെടുത്ത
പരിശുദ്ധാത്മാവിന്റെ മുൻമഴ. രാജ്യങ്ങൾക്ക് സ്തോത്രം അവരെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ഫേസ്ബുക്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായ ഒരു ഉഗ്രം ഫീച്ചറുണ്ട്. സ്തോത്രം, റോമൻ കൊലീസിയത്തിൽ വിശ്വാസികൾ ആരാധിക്കുമ്പോൾ സിംഹങ്ങൾ ചാടി വീഴുകയാണ്. പീഡയ്ക്കും അവരെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ നടന്നത് വെയിലത്തല്ല, ഡ്രൈ ആയിട്ടല്ല അവർ നടന്നത്. അവർ നടന്നത് പരിശുദ്ധാത്മാവിന്റെ മഴയിലാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്നെയും എനിക്കും നിങ്ങളെയും ഡ്രൈ ആകുവാൻ കഴിയത്തില്ല. കാരണം എവിടെ നിന്നാലും ഒരു മഴ പെയ്യുകയാണ്, മഴയിൽ ജീവിക്കുകയാണ്. ഓഹോ ഹോ ഹോ ഹോ, മഴയിൽ ജീവിക്കുകയാണ്, മഴയുമായി സഞ്ചരിക്കുകയാണ്, മഴയിൽ ജീവിക്കുകയാണ്, മഴയുമായി സഞ്ചരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വായു തുറന്ന് സ്തോത്രം പറ. A revival rain, a rain of revival. Hallelujah. സ്തോത്രം. ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിന്റെ അകത്തെ മനുഷ്യന്റെ റിസർവോയറുകൾ പ്രവചനമായി, ദൂതായി, വെളിപ്പാടായി, സ്വപ്നമായി, ദർശനമായി, വചനമായി, അട്ടറൻസായി നിന്റെ അകത്തെ മനുഷ്യന്റെ അതേ റിസർവോയറുകളിൽ പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്ത് നിന്നെ ഇതാ നിറയ്ക്കുകയാണ്. നീ വരണ്ട തോട്ടമല്ല, നീ നനഞ്ഞ തോട്ടം. നനഞ്ഞ തോട്ടം, നനഞ്ഞ തോട്ടം, നനഞ്ഞ തോട്ടം. വറ്റാത്ത നീരുറവ, വറ്റാത്ത നീരുറവ, വറ്റാത്ത നീരുറവ ഒഴുകട്ടെ. ദൂതായി ഒഴുകട്ടെ, ആലോചനയായി ഒഴുകട്ടെ, പ്രവചനമായി ഒഴുകട്ടെ. കമാൺ, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. നനഞ്ഞ തോട്ടം. Hallelujah. Latter rain, latter rain. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, മഴയിൽ ജീവിക്കുന്നു. പറഞ്ഞാട്ടെ, മഴയിൽ ജീവിക്കുന്നു, മഴയിൽ ജീവിക്കുന്നു. ലാറ്റർ റെയിൻ, അതിന്റെ പേരാണ് പിന്മഴ. അതുകൊണ്ട് ഞാൻ നനഞ്ഞ തോട്ടമാണ്. ക്രൈസ്റ്റ് സെന്റർ ദൈവസഭയാകുന്ന തോട്ടം നനഞ്ഞ തോട്ടമാണ്, വറ്റാത്ത നീരുറവയാണ്. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. ബ്രാഹ്മിൻസ് തുടങ്ങി മുസ്ലിംസ് വരെയുള്ള കുടുംബം കുടുംബമായി, വ്യക്തി വ്യക്തിയായി ഈ നദി I won't care who is watching me today. നനഞ്ഞ തോട്ടം, വറ്റാത്ത നീരുറവ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. സസ്യവാക്യം 31:25 വേദപുസ്തകം പറയുന്ന ലാറ്റർ സ്മൈൽ, ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. ലാറ്റർ സ്മൈൽ, ലാറ്റർ സ്മൈൽ, ലാറ്റർ റെയിൻ ആൻഡ് ലാറ്റർ സ്മൈൽ. സ്തോത്രം. അധ്വാനിക്കുന്ന സ്ത്രീയെ കുറിച്ച് സദൃശവാക്യം 31:25 പറയുകയാണ്. Proverbs chapter 31 verse 25. അവളുടെ പ്രത്യേകതയാണ്, അവൾ ഭാവിയെ നോക്കി ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇരിക്കുന്നു എന്നല്ല പറയുന്നത്. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. അർത്ഥം, യേശുവിന്റെ നാമത്തിൽ ഓഗസ്റ്റിൽ നോക്കി നീ ചിരിക്കാൻ പോവാ, സെപ്റ്റംബർ നോക്കി നീ ചിരിക്കാൻ പോവാ, ഒക്ടോബർ നോക്കി നീ ചിരിക്കാൻ പോവാ, അടുത്ത വർഷങ്ങൾ നോക്കി നീ ചിരിക്കാൻ പോവാ. പൊട്ടിച്ചിരി, പൊട്ടിച്ചിരി. നിന്റെ ദുഃഖങ്ങൾ കഴിഞ്ഞു, നിന്റെ ദുഃഖങ്ങൾ മാറി, നിന്റെ നിരാശയുടെ സീസൺ പോയി. സന്ധ്യങ്ങൾ കരച്ചിൽ വന്ന രാവാർക്കും, പക്ഷേ നിനക്കൊരു ഉഷസ്, നിനക്കൊരു ഉഷസ് ഇതാ തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നു. ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ട്, ഉഷസ്സിലോ ആനന്ദഘോഷം ഉണ്ട്. അയ്യോ ബ്രദർ, നാളെ എന്തെങ്കിലും സ്തോത്രം പ്രശ്നം പിശാച് ഉണ്ടാക്കിയാൽ, നാളെ എന്തെങ്കിലും കെണി ഉണ്ടാക്കിയാൽ, നാളെ അവൻ കെണിയല്ല എന്തോ കെണി ഉണ്ടാക്കിയാലും പിശാച് പ്രശ്നം കൊണ്ടുവരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. ഓ, ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ തലകുനിച്ചല്ല നടക്കുന്നത്, തിരുവനന്തപുരത്ത് ഞാൻ മുണ്ടുവിട്ടിട്ടല്ല നടക്കുന്നത്. സ്തോത്രം. ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ തല ഉയർത്തി, തല ഉയർത്തി, തല ഉയർത്തി, കൈയടിക്ക്, തല ഉയർത്തി. കാട്ടുപോത്തുകളുടെ മുൻപിൽ ഉത്തരമരുളുന്ന ദൈവം. ശത്രുക്കളെ മുൻപിൽ ശവപ്പെട്ടി വയ്ക്കുന്നവരല്ല, ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്നവരായ ദൈവം. I challenge you, devil, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവൾ ഭാവി ഓർത്ത് പുഞ്ചിരി തൂകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ ഒരു ലാമെന്റേഷൻ അല്ല, നിന്റെ മുൻപിൽ പുഞ്ചിരി, നിന്റെ മുൻപിൽ ഒരു സെലിബ്രേഷൻ വരുന്നു, നിന്റെ മുൻപിൽ ഒരു സെലിബ്രേഷൻ വരുന്നു. നിന്റെ നാളെ മനുഷ്യന്റെ കയ്യിലല്ല. ആർക്കും നിന്റെ ദീപത്തെ ഊതിക്കെടുത്തുവാൻ കഴിയത്തില്ല. ലോകത്ത് പൊങ്ങുന്ന ഒരു കൊടുങ്കാറ്റിനും ഒരു പെരുങ്കാറ്റിനും ഒരു ഗൂഢാലോചനയ്ക്കും നിന്റെ ദീപത്തെ ഊതിക്കെടുത്തുവാൻ
ഹല്ലേലൂയ. യോർദാൻ പൊങ്ങുമ്പോഴറിയുന്നത് അവന്റെ പക്കല് ശവപ്പെട്ടി ഉണ്ടോ പെട്ടകം ഉണ്ടോ എന്ന്. യേശുവിന്റെ നാമത്തിൽ ചെകുത്താനെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. കം വാ. സാത്താനെ, നിനക്ക് നിന്റെ ഭാവി അറിയത്തില്ല, പക്ഷെ നിന്റെ ഭാവി എനിക്കറിയാം. പക്ഷെ എൻ്റെ ഭാവി നിനക്കറിയില്ല. യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ, ഓരോ ഭാവികളെ, ഓരോ വിദ്യാഭ്യാസങ്ങളെ, ഓരോ കരിയറിനെ, ഓരോ യാത്രകളെ, ഓരോ ശുശ്രൂഷകളെ യേശുവിൻ്റെ രക്തത്തിന് മറവിൽ മറച്ച് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇത് ലാമെന്റേഷന്റെ ജനമല്ല, ഇത് സെലിബ്രേഷന്റെ ജനമത്രേ. ഭാവിയെ നോക്കി ദൈവജനം പുഞ്ചിരിക്കുന്നു. തീർന്നു. മൂന്നാമതായി സ്തോത്രം, നാളെക്കുറിച്ച് വിചാരപ്പെടല്ലേ. ബിക്കോസ് യു ആർ സ്റ്റേയിങ് ഇൻ ദ ബ്ലെസ്സിങ്. നാളെക്കുറിച്ച് വിചാരപ്പെടല്ലേ, കാരണം ലാറ്റർ ഡേയ്സിൽ വെളിപ്പെടുന്ന മൂന്നാമത്തെ കാര്യമാണ്. ഹഗായി ചാപ്റ്റർ 2 verse 9, ഹഗായി 2:9 പറയുന്നു, ദ ലാറ്റർ ഗ്ലോറി ഷാൽ ബി സോ ഗ്രേറ്റർ ദാൻ ദ ഫോമർ ഗ്ലോറി. ഈ ആലയത്തിൻ്റെ മഹത്വം മുൻപത്തേതിനേക്കാൾ പിന്നത്തേതിൽ ഏറ്റവും വലിയതായിരിക്കും. ഈ ആലയത്തിൻ്റെ മഹത്വം മുൻപത്തേതിനേക്കാൾ പിന്നത്തേതിൽ ഏറ്റവും വലിയതായിരിക്കും. ഹഗായിയുടെ കാലത്ത് അവൻ പല മഹത്വങ്ങളെക്കുറിച്ച് അവന് പറയാനുണ്ട്. മോശയുടെ കാലത്തെ മഹത്വം, ശലോമോന്റെ കാലത്തെ മഹത്വം. പക്ഷെ അവൻ പറയുന്നു, നോ 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 നോ. ആ മഹത്വങ്ങളെല്ലാം വെളിയിലായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു മഹത്വം ഇതാ ഈ ആലയങ്ങളിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ദൂതിതാണ് ഏറ്റവും ബെസ്റ്റ് മഹത്വം നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സാധു സുന്ദർ സിംഗിന്റെ കാലത്ത് കാണാത്തത്, DGS ദിനകരന്റെ കാലത്ത് കാണാത്തത്, സാധു കൊച്ചുകുഞ്ഞു മേദേശിയുടെ കാലത്ത് കാണാത്തത്, യേശുവിന്റെ നാമത്തിൽ ദൈവസഭ, ദൈവജനം, സ്തോത്രം, we are marching and we are going to step in for the better glory, the greater glory. എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചാണ്. ഹല്ലേലൂയ.